ഹോർത്തൂസ് ആദ്യ ദിനത്തിലെ അമ്മയില്ലാത്ത പുത്തൻ സിനിമാക്കാലം എന്ന ചർച്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മലയാള സിനിമയിലെ അമ്മ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് വലിയൊരു കടുംചുവന്ന കുങ്കുമപ്പൊട്ടാണ്, കവിയൂർ പൊന്നമ്മ. കവിയൂർ പൊന്നമ്മ മാത്രമല്ല, ആറന്മുള പൊന്നമ്മ, KPS ലളിത, സുകുമാരി, അങ്ങനെ നമ്മുടെ മനസ്സിൽ ഒരുപാട് അമ്മ കഥാപാത്രങ്ങളുടെ മുഖം ഇങ്ങനെ മിന്നി മാഞ്ഞു പോകും. പണ്ടത്തെ സിനിമകളിൽ നമ്മളൊന്ന് പരിശോധിക്കുകയാണെങ്കിൽ ഒട്ടുമിക്ക അമ്മ കഥാപാത്രങ്ങൾക്കും അവരുടെ അപ്പിയറൻസിൽ ഒരു യൂണിഫോമിറ്റി ഉണ്ടായിരുന്നു. അപ്പിയറൻസിൽ മാത്രമല്ല, അവരുടെ വൈകാരിക തലത്തിലും അവരുടെ അവതരണ രീതിയിലും എല്ലാം നമുക്ക് ഈ ഒരു സിംഗിൾ പാറ്റേൺ നമുക്ക് കാണാം. വളരെ സർവം സഹയായ ഒരു സ്ത്രീയായിരിക്കും, ഭൂമിയോളം ക്ഷമിക്കുന്നവളായിരിക്കും, സ്നേഹത്തിൻ്റെയും ലാളിത്യത്തിൻ്റെയും വാത്സല്യത്തിൻ്റെയും ഒക്കെ നിറകുടമായിരിക്കും. എനിക്ക് തോന്നുന്നത് നമ്മൾ കണ്ട് മറന്ന അല്ലെങ്കിൽ കണ്ട് ഇപ്പോഴും ഓർമ്മിക്കുന്ന ഒരുപാട് സിനിമകളിലുള്ള ഒരു വിഷ്വലാണ് താന്തോന്നിയായ ഒരു മകൻ രാത്രി വളരെ വൈകി മദ്യപിച്ചെത്തുന്നു, കർക്കശക്കാരനായ ഒരച്ഛനായിരിക്കും. അപ്പോൾ അച്ഛനറിയാതെ ഈ അടുക്കളയുടെ പിൻവാതിലിൻ്റെ ഓടാമ്പൽ താഴ്ത്തിയിട്ട് അത്താഴത്തിൽ വെള്ളം ഒഴിക്കാതെ ഉറങ്ങാതെ കാത്തിരിക്കുന്ന ഒരു അമ്മ, സ്നേഹത്തിൻ്റെ നിറകുടമായിരുന്ന ഒരമ്മ. ഇതല്ലെങ്കിൽ പിന്നെ വേറൊരു ഓപ്പോസിറ്റ് എക്സ്ട്രീം ഉണ്ട്. അത്യാവശ്യം കുശുമ്പും കുന്നായ്മയും കുറുമ്പും പരദൂഷണോ ഏഷണിയൊക്കെ ഉള്ള ഒരു വില്ലത്തിയായ അമ്മ. അപ്പോൾ ഈ രണ്ട് ബൈനറീസിൻ്റെ ഇടയിലാണ് അമ്മമാരെ മലയാള സിനിമ പ്ലേസ് ചെയ്തിരുന്നത്. ഒന്നുകിൽ നമ്മൾ ഈ പറയുന്ന മാതിരി ഒരു നന്മമരം, അല്ലെങ്കിൽ ഒരു വില്ലത്തി. പക്ഷേ കഴിഞ്ഞ കുറേ വർഷങ്ങളിലെ സിനിമ പരിശോധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, ഈ ഒരു ബൈനറീസിൽ നിന്ന്, ഈ ഒരു സാമ്പ്രദായികതയിൽ നിന്ന് അമ്മമാർക്ക് ഒരു മോചനം കിട്ടിയിട്ടുണ്ട്. അമ്മമാർ കുറേ കൂടി റിയലിസ്റ്റിക് ആയിട്ട് മാറി. അപ്പോൾ എന്താ പറയുക, ഈ ഒരു വിഷയം ചിലപ്പോൾ നമ്മുടെ സമൂഹത്തിലുണ്ടായ പ്രതിഫലനം, നമ്മുടെ ജീവിത രീതിയിലും കാഴ്ചപ്പാടിലും ഉണ്ടായ മാറ്റങ്ങളുടെ ഒരു പ്രതിഫലനം തന്നെയായിരിക്കും. അപ്പോൾ ഈ ഒരു മാറ്റത്തെക്കുറിച്ച്, അമ്മമാരില്ലാതാകുകയാണോ അതോ അമ്മമാരൊന്ന് രൂപമാറ്റം സംഭവിക്കുകയാണോ, അപ്പോൾ ഈ ഒരു വിഷയത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. ഈ ചർച്ചയിൽ നമ്മളോടൊപ്പം ചേരുന്നത് മലയാള സിനിമയിൽ നമുക്ക് ഏറ്റവും പരിചിതരായ അമ്മ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച ശ്രീമതി മല്ലിക സുകുമാരൻ, ശ്രീമതി മാലാ പാർവതി, ശ്രീമതി നീരജ രാജേന്ദ്രൻ, 3 പേർക്കും സ്വാഗതം. അപ്പോൾ എനിക്ക് തോന്നുന്നു നമുക്ക് ആദ്യം മല്ലിക ചേച്ചിയിൽ നിന്ന് തന്നെ തുടങ്ങാം. കാരണം ഇതിലേറ്റവും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള, ഏറ്റവും കൂടുതൽ പല തരത്തിലുള്ള അമ്മമാരെ അവതരിപ്പിച്ച ഒരു അമ്മ എന്ന് നമ്മൾ ചേച്ചി ഇത് വിളിക്കുമെങ്കിലും നമുക്കൊരു അമ്മ മുഖമാണ് മനസ്സിൽ. അമ്മയാണ്, അമ്മൂമ്മയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മുടെ ഇപ്പോൾ മല്ലിക ചേച്ചിയുടെ ക്യാരക്ടേഴ്സിനെ കുറിച്ച് ഒരു പുതിയ തലമുറയിൽപ്പെട്ട ഒരാളോട് ചോദിച്ചാൽ പെട്ടെന്ന് ഓർമ്മയിലേക്ക് വരുന്നത് ബ്രോഡാഡിയിലെ ആ ഒരു ക്യാരക്ടറായിരിക്കും. നമ്മുടെ പ്രിയപ്പെട്ട ലാലേട്ടൻ്റെ അമ്മയായിട്ട്. ലാലേട്ടൻ്റെ അടുത്ത കാലത്തായിട്ട് കുറേ സിനിമകളിൽ അമ്മമാർ ഉണ്ടാവാറില്ല, കവിയൂർ പൊന്നമ്മയ്ക്ക് ശേഷം. അപ്പോൾ ലാലേട്ടൻ്റെ അമ്മച്ചിയായിട്ട്, പൃഥ്വിരാജിൻ്റെ വല്യമ്മച്ചിയായിട്ട് ഉള്ള ആ വേഷം ശരിക്കും ജൻസിയുടെ ഭാഷയിൽ പറഞ്ഞാൽ അതൊരു കിടുക്കാച്ചി വല്യമ്മച്ചിയായിരുന്നു. വളരെ ഫണ്ണിയായ, ഫ്രണ്ട്ലി ആയ ഒരു അമ്മച്ചി. അപ്പോൾ ആ വല്യമ്മച്ചിയിൽ നിന്ന് നമുക്ക് തുടങ്ങാം. എൻ്റെ മുന്നിലിരിക്കുന്ന അഭിവന്യരായ ക്ഷണിതാക്കൾക്കും മനോരമ കുടുംബാംഗങ്ങൾക്കും വേദിയിലിരിക്കുന്ന ഈ ഒരു ചർച്ചയ്ക്ക് പങ്കെടുക്കാൻ വന്ന വിശിഷ്ട വ്യക്തികൾക്കും എൻ്റെ നമസ്കാരം. നല്ലൊരു ഇൻട്രൊഡക്ഷൻ. അപ്പോൾ ഞാനൊന്ന് കളിയാക്കിയിട്ടാണ് ഇപ്പോൾ വരുന്നത്. കാരണം അമ്മയില്ലാത്ത സിനിമ എന്നും പറഞ്ഞ് എന്നെ 2 കിലോമീറ്റർ നടത്തിച്ചു. ഞാൻ പറഞ്ഞു, സിനിമ മാത്രമല്ല ഇവിടെ അമ്മയില്ലേ എന്ന് ചോദിച്ചാൽ അത് റിയയുടെ കുറ്റമല്ല കേട്ടോ. വേറൊരു സ്ഥലത്ത് റിയയൊക്കെ ഇരിപ്പുണ്ടെന്ന് പറഞ്ഞ് അവിടെ കൊണ്ട് ഇറക്കി ഒരു 10 മിനിറ്റ് ഇരുന്നിട്ട് ആരെയും കാണുന്നില്ല. അപ്പോഴാണ് പറഞ്ഞത്, അയ്യോ ഇവിടെ അല്ല, അങ്ങ് സുഭാഷ് പാർക്കിൻ്റെ അങ്ങ് അറ്റം പോകണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവിടെ ഇറങ്ങി നടന്ന്, എനിക്കാണെങ്കിൽ ഈ പറഞ്ഞിട്ട് നടക്കാനൊരു ഇച്ചിരി അതിപ്പോൾ മാറി, അതിലും ദയനീയമായിരുന്നു. പക്ഷേ അവിടെ നിന്നൊക്കെ മാറി. ഏതായാലും സന്തോഷം. പിന്നെ റിയയ്ക്കറിയില്ല, റിയ കൊച്ചുകുട്ടിയാണ്. 13ാമത്തെ വയസ്സിൽ തുടങ്ങിയ ബന്ധമാണ് മനോരമ. എല്ലാവർക്കും അറിയാം, ഇവിടെ ഇരിക്കുന്ന സീനിയേഴ്സിന് എല്ലാവർക്കും അറിയാതെ. 13ാമത്തെ വയസ്സിൽ കൊട്ടാരക്കര ബാലജനസഖ്യം, ഞാൻ പാടുന്നു, ഞാൻ ഡാൻസ് ചെയ്യുന്നു, ബഹളം. അപ്പോൾ അന്നൊരു ഹാരമൊക്കെ ഇടിയിച്ച് ബാലജനസഖ്യത്തിൻ്റെ വക്താവായിട്ട് തുടങ്ങി. അതിനുശേഷം കോട്ടയത്ത്, ഞാൻ മാത്രമല്ല കേട്ടോ, എൻ്റെ സഹോദരൻ ഡോക്ടർ MV പിള്ള, നിങ്ങൾ കുറച്ച് പേർക്കെങ്കിലും അറിയായിരിക്കും. ഞങ്ങളെല്ലാവരും അന്ന് തോമസ് ജേക്കബ് സാറാണ് അവിടെ എല്ലാ കാര്യങ്ങളും. അപ്പോൾ അന്ന് തൊട്ടേ എനിക്കൊരു വലിയ ബന്ധമുണ്ട് മനോരമയായിട്ട്, തീർച്ചയായിട്ടും ഉണ്ട്. അങ്ങനെ വന്ന് ഇങ്ങനൊരു സബ്ജക്റ്റ് പറഞ്ഞപ്പോൾ എനിക്ക് ആദ്യം ചിരിയാണ് വന്നത്. ഞാൻ പറഞ്ഞു, ഞാൻ ഒരു പഴയ അമ്മയാണ്. എൻ്റെ അമ്മയാണെങ്കിൽ അതിനേക്കാട്ടിലേ നാട്ടുപുറത്തുകാരി. ഇപ്പോൾ റിയ പറഞ്ഞ പോലെ എൻ്റെ അമ്മയൊന്നും ഈ 2 ലോകമേ ഉള്ളൂ എൻ്റെ അമ്മയ്ക്ക്. അച്ഛൻ യൂണിവേഴ്സിറ്റിയിൽ സംസ്കൃത MA മലയാളം MA ഒക്കെ പഠിച്ച ആളായതുകൊണ്ട് നിങ്ങൾക്കൊക്കെ അറിയാം. മാനുസ്ക്രിപ്റ്റ്സ് ലൈബ്രറി എന്ന് പറഞ്ഞ് ഈ താളിയോല ഗ്രന്ഥങ്ങളുടെയൊക്കെ ഒരു സെക്ഷനുണ്ട്. അതിൻ്റെ അസിസ്റ്റൻ്റ് ഡയറക്ടറായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട്
അമ്മയ്ക്ക് 2 ലോകമേ ഉള്ളൂ. ഒന്ന് അടുക്കള, ഒന്ന് വെളിയിലോട്ട് വരുന്നത് മക്കളുടെ കാര്യത്തിനോ ഭർത്താവിൻ്റെ കാര്യത്തിനോ എന്തോ എന്ന് പറയും. ഇത് രണ്ടുമേ ഞങ്ങളൊക്കെ കണ്ടിട്ടുള്ളൂ. അങ്ങനെ ഒരു വെളിയിപ്പോക്കില്ല. അഥവാ പോയാൽ അടുത്തുള്ള ക്ഷേത്രങ്ങളിലോ അല്ലെങ്കിൽ ഇതുപോലെ ഒരു കല്യാണ വീട്, അതോ അത്രയും അടുത്ത ബന്ധക്കാരുടെ തന്നെ ഉള്ളൂ. ഈ ദൂരെ ഒന്നും പോകാറില്ല. അവിടെ അതാണ് ഞങ്ങളുടെയൊക്കെ മനസ്സിലുള്ള അമ്മ. എൻ്റെ ഏറ്റവും വലിയ തമാശ എന്ന് പറഞ്ഞാൽ, ഞാനിപ്പോൾ പറഞ്ഞു ഇന്നലെ ഇതിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ പോളിനോടാണ് പറഞ്ഞത്. കാരണം ഇന്നൊക്കെ ഒരു കുപ്പി അച്ചാർ വാങ്ങിക്കണമെങ്കിൽ അങ്ങോട്ടേന്ന് ഒരു കുപ്പി കടുമാങ്ങ വെച്ചുകൊണ്ട് വന്നേ എന്ന് പറഞ്ഞാൽ കാര്യം കഴിഞ്ഞു. എൻ്റെ ഓർമ്മ എനിക്ക് തോന്നുന്നു, ഞാനൊരു BSc വിമൻസ് കോളേജ് സെക്കൻഡ് ഇയർ പഠിക്കുമ്പോഴാണ് അച്ചാറിടുന്നത് ഞങ്ങളുടെ വീട്ടിലില്ല. അമ്പലങ്ങളിലെ 9ാം ഉത്സവം പോലെ എല്ലാം അടുത്ത് നിൽക്കണം. ഫാൻ ഇവിടെ ഓടുന്നു, ഇവിടെ ഓടുന്നു, ഇവിടെ ഓടുന്നു. എന്നാലും ഞങ്ങൾ 3 പെൺമക്കളാണ്. ഒരാങ്ങളെ ഉള്ളതുകൊണ്ട് ആങ്ങളയോട് വലിയ മമതയാണ്. അയ്യോ മോനെ എന്ന് പറഞ്ഞ് ഇത് ഞങ്ങൾ 3 പെണ്ണുങ്ങളും നിർത്താതെ, അന്ന് എൻ്റെ മുത്തച്ഛനുമൊക്കെ എത്ര ഫാൻ ഓടിയാലും ഒരു വീശറി വേണം, ഒരു ഫാഷനാണ് അത്. ചുമ്മാ ഇങ്ങനെ വീശിയിരിക്കുക. അപ്പോൾ അത് 3 പേര് 3 എണ്ണം എടുത്ത് ഇങ്ങനെ ഒരു കാലഘട്ടം. അങ്ങനെ ഒരു അമ്മയെ കണ്ടു വളർന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ മലയാള സിനിമയിൽ അമ്മയില്ലാത്തത് എന്ന് പറയുന്നത് നമുക്ക് ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അറിയാൻ പറഞ്ഞ പോലെ കാലാനുസൃതമായ മാറ്റങ്ങൾ തലമുറകളിൽ വരും, അവരുടെ ചിന്താധാരയ്ക്കും വരും. അപ്പോൾ അതുകൊണ്ട് അമ്മ എന്ന് പറയുന്നത് ഇന്ന് കുറേ കൂടെ മക്കളുമായിട്ടൊരു സുഹൃത്തിനെ പോലെ ഇടപഴകുന്ന ഒരു സ്റ്റൈലാണ് നമ്മളൊക്കെ കാണുന്നത്, അല്ലേ? പണ്ടൊക്കെ എല്ലാ കാര്യങ്ങളും അമ്മ നമ്മളെ പഠിപ്പിക്കുക. മോളെ ഇങ്ങനെയൊക്കെയാണ്, അത് പോകണം, അമ്പലത്തിൽ പോകണം. അയ്യോ അച്ഛൻ എന്തോ അതറിയത്തില്ല, കാലിലൊരു വേദന. അതൊക്കെ വലിയ ടെൻഷനാണ് വീട്ടിൽ. അച്ഛന് കാല് വേദന വന്നാലും വൈകുന്നേരം കാര്യവട്ടത്തുനിന്ന് വന്ന് കുളിച്ചേച്ചൊക്കെ വരും. ഇന്നും എന്താ അറിയത്തില്ല, മുട്ടിനൊരു വേദന എന്ന് പറഞ്ഞാൽ അന്നത്തേക്ക് അത് മതി. ആഹാരം പോലും അമ്മയ്ക്ക് വേണ്ട. അതൊക്കെ മാറിയിട്ട് ഇന്ന് എനിക്ക് തോന്നുന്നില്ല, ഈ സമൂഹത്തിൽ മാത്രമല്ല സംഘടനകളിലും അമ്മമാരോടുള്ള ഒരു അടുപ്പവും വിരക്തിയും ഒക്കെ നല്ലതുപോലെ ഉണ്ട്. കാരണം ഞാനിവിടെ വല്ലതും പറഞ്ഞാൽ വിവാദമാകും, അതുകൊണ്ടാണ് ഞാൻ മിണ്ടാതിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് നല്ലതുപോലെ അറിയാം എന്താണ് നടക്കുന്നത് എന്നുള്ളത്. കഴിഞ്ഞ 53 വർഷമായിട്ട് ഞാൻ കണ്ടുകൊണ്ടിരിക്കുക. നിങ്ങളിൽ പലർക്കും ആ പ്രായം പോലും ഇല്ല, അതും അറിയാം. പക്ഷേ ഈ അമ്മ എന്തുകൊണ്ടാണ് സിനിമയിൽ ഇല്ലാതായതെന്നുള്ളതിനെക്കുറിച്ച് എനിക്കൊരു അപേക്ഷയുണ്ട്. മാധ്യമങ്ങൾ അതൊന്ന് അന്വേഷിക്കണം കാര്യമായിട്ട്. അങ്ങനത്തെ അമ്മമാർ എന്നാണോ തിരശ്ശീലയിൽ നിന്ന് മാഞ്ഞത്, അപ്പോൾ പുതിയ ചിന്താധാര വന്നു, പുതിയ കാലത്തിനനുസരിച്ചുള്ള കുട്ടികൾക്ക് ബുദ്ധി വെച്ചു എന്നെല്ലാം ഒക്കെ സത്യമായിരിക്കാം. ശരി, അവർക്ക് അവരുടേതായ സ്വന്തം അഭിപ്രായങ്ങളായി. ഇപ്പോൾ എൻ്റെ കൊച്ചുമക്കൾ പോലും 12th കഴിഞ്ഞു, ഏത് സബ്ജക്റ്റാണ് മോൾ എടുക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ എക്കണോമിക്സ് എന്നോ കോമേഴ്സ് എന്നോ എന്തൊക്കെയോ പറഞ്ഞു. 10th കഴിഞ്ഞപ്പം. അപ്പോൾ ഞാൻ എന്താ മോളെ, അപ്പോൾ അവൾ എന്നോട് ചോദിച്ചതാണ്, ഇന്ദ്രയത്തിൻ്റെ മകൾ. അല്ല, അമ്മൂമ്മ വലിയ കാര്യത്തിൽ കെമിസ്ട്രി എടുത്ത് വിമൻസ് കോളേജിൽ പഠിച്ചു, എന്തൊക്കെയോ അമ്മൂമ്മ കാണാതെ പഠിച്ചില്ലേ, MN2+ ഇതൊക്കെ പറഞ്ഞിട്ട്. ഇപ്പം അമ്മൂമ്മയ്ക്ക് സിനിമയിൽ അതിൽ ഒരു ഇക്വേഷനെങ്കിലും പ്രയോജനപ്പെടുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ എനിക്ക് ഉത്തരവില്ല. സത്യമാണത്. പക്ഷേ എന്ന് വിചാരിച്ച് കെമിസ്ട്രി അല്ലാതെ ആവുന്നില്ല. അത് കൂടുതൽ പഠിച്ച് ബോംബെയിലെ സെൻട്രൽ സ്കൂളിലെ വൈസ് പ്രിൻസിപ്പൽ വരെ ആയിരുന്ന ആളാണ് എൻ്റെ മൂത്ത സഹോദരി. അപ്പോൾ കുട്ടികളിപ്പോൾ ഇത് അവരുടെ ഇഷ്ടത്തിലേക്ക് തിരിഞ്ഞു തുടങ്ങി. അതൊരു പരിധിക്കപ്പുറം പോകുമ്പോഴാണ് കുഴപ്പം. അത് ഇത്രയൊക്കെ ആകാം മോളെ, അതിനപ്പുറത്തേക്ക് പോകണ്ട. നമ്മുടെ വീട്ടിൽ അച്ഛൻ അമ്മ അവരുടെ അനുവാദത്തോടു കൂടി എത്രത്തോളം സ്വാതന്ത്ര്യം അനുവദിക്കാമോ അത് അനുവദിക്കുക. ഇന്നിപ്പോൾ ഇത് കാണുന്നത്, കഷ്ടപ്പെട്ട് അച്ഛൻ പഠിപ്പിക്കാനയക്കുന്നു, അമ്മ പറയുന്നു മോനെ എന്നാൽ വിശക്കല്ലേ സമയത്തിന് കഴിക്കണമെന്നൊക്കെ പറഞ്ഞ് വാത്സല്യത്തോടുകൂടി യാത്ര അയക്കുന്നു. ഈ കാണിക്കുന്ന അമ്മയുടെയൊക്കെ സ്നേഹം ആ ഗേറ്റ് കടന്ന് പുറത്തേക്ക് ഇറങ്ങിയാൽ ഇന്നത്തെ തലമുറയ്ക്ക് ഉണ്ടോ എന്നുള്ളതിനെക്കുറിച്ച് അവർ ഓർക്കുന്നു പോലും ഇല്ല എന്നുള്ളതാണ് എൻ്റെ ഒരു സങ്കടം. അല്ലെങ്കിൽ ഇത്ര തീർച്ചയായിട്ടും അതെ, അതാണ് ഞാൻ പറയുന്നത്. തലമുറയിൽ ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ ഈ തലമുറകൾ മാറുന്തോറും എല്ലാ രംഗത്തും അതിൻ്റെ ഈ കാലാനുസൃതമായ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുക. ഇല്ലയെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ചില കാര്യങ്ങൾ കുറച്ചുകൂടി ഒരു മാർഗനിർദ്ദേശം നൽകാനും, അത് വീട്ടിലാണെങ്കിലും ശരി, രക്ഷകർത്താക്കളായാലും ശരി, അല്ലെങ്കിൽ പോകുന്ന വിദ്യാലയങ്ങളിലെ അധ്യാപകരായിരുന്നാലും ശരി, ഒരു മാർഗനിർദ്ദേശമോ ഒരു സൂപ്പർവിഷനോ ഒക്കെ, ഒരു മേൽനോട്ടമൊക്കെ നല്ലതാണ്. അല്ലെങ്കിൽ ഒരു അപകടം പിടിച്ച പോക്കാണ് ഇന്ന് പോകുന്നത്. ആർക്കും ആരെയും എന്തും പറയാം, ഒരു കാരണമില്ലാതെ, ഒരു തെളിവില്ലാതെ, ഒന്നുമില്ലാതെ. ഞാൻ പറയണ്ടല്ലോ, നിങ്ങളൊക്കെ കണ്ടോണ്ടല്ലേ ഇരിക്കുന്നത്. മിണ്ടാതെ നമ്മൾ എവിടെങ്കിലും പോയിരുന്നാലും ചുമ്മാ തോണ്ടുക. ആ ഒരു പ്രവണത ഒരു പരിധിവരെ കൂടുതൽ രാഷ്ട്രീയത്തിലും സിനിമയിലുമാണ്. സത്യം പറയാം. ഞാൻ സിനിമയിലെ അമ്മമാര് കുറേ കൂടി റിയലിസ്റ്റിക് ആയിട്ട് മാറുന്നുണ്ട്. ഇപ്പോൾ മാലചേച്ചിയുടെ സിനിമ, ഇപ്പോൾ ഞാനിപ്പോൾ പെട്ടെന്ന് ഒരു ഉദാഹരണം പറയുമ്പോൾ, ഗോദയിൽ മാലചേച്ചി അവതരിപ്പിച്ച ഒരു അമ്മയുടെ കഥാപാത്രമാണെങ്കിൽ പോലും, അല്ലെങ്കിൽ ഇഷ്കിലാണെങ്കിലും ഒക്കെ
നമ്മൾ കാണുന്ന അമ്മ എന്ന് പറയുന്നത് ഒരു ചെറിയ എന്താ പറയുക തെറ്റായ ഒരു കാര്യത്തെ അതിനെ വിമർശിക്കാനും സ്നേഹമുണ്ട്. തീർച്ചയായിട്ടും. ഇപ്പം ഞാൻ പറഞ്ഞ ഒരു ഉദാഹരണം മോളെ കിരീടത്തിലെ കവിയൂർ പൊന്നമ്മ ചേച്ചി. ഇപ്പോൾ കവിയൂർ പൊന്നമ്മ ചേച്ചിയുടെ പേര് എന്തുകൊണ്ടാണ് ഇന്നും ഞങ്ങളുടെയൊക്കെ മനസ്സിൽ ഒരു നല്ല തറവാട്ടമ്മ എന്ന് പറഞ്ഞാൽ സത്യം പറയുകയാണ് ഞാൻ. കവിയൂർ പൊന്നമ്മ ചേച്ചിയുടെ പേര് കഴിഞ്ഞേ നമുക്ക് സുകുമാരി ചേച്ചിയും ലളിത ചേച്ചിയും വരുന്നുള്ളൂ. കാരണം അവരുടെ അഭിനയിക്കാൻ അറിയാൻ വയ്യാത്തതുണ്ടല്ലോ. അവർ മറ്റു കഥാപാത്രങ്ങളും ചെയ്തിട്ടുണ്ട്. കോമഡി എങ്കിൽ കോമഡി, ചട്ടമ്പി എങ്കിൽ ചട്ടമ്പി, ഊച്ചാളി ഇങ്ങനെ. പക്ഷേ കവിയൂർ പൊന്നമ്മ ചേച്ചിയുടെ ഇമേജ് അതല്ല. വളരെ ശാന്തയായ കുലീനയായ ഭർത്താവ് മക്കളെന്ന് മാത്രം ചിന്തിച്ച് അടുക്കളയിൽ കഴിയുന്ന ഒരു നല്ല അമ്മ. ഈ പറഞ്ഞതുപോലെ അർദ്ധരാത്രിയിൽ കയറി വരുന്ന മകനെ സ്നേഹത്തോടുകൂടി മക്കളെ വല്ലതും കഴിച്ചിട്ട് കിടക്ക്, സാരമില്ല നീ ശബ്ദം ഉണ്ടാക്കാതെ, അച്ഛനൊന്നും പറയത്തില്ല. അപ്പം അങ്ങനത്തെ അമ്മമാരാണ് അന്ന് കൂടുതലും. ഇന്ന് അങ്ങനത്തെ അമ്മമാരെ കാണാൻ കുറവാണ്. മക്കൾ വരുമ്പോൾ അതിൽ തുറന്നു കൊടുത്താൽ അവർ പൊയ്ക്കോണം, എടുത്തോണം, കഴിച്ചോളം. കാരണം അമ്മ ക്ഷീണിതയാണ്. പകൽ മുഴുവനും ജോലി ചെയ്ത് ക്ഷീണിതയാണോ അതോ ഉദ്യോഗത്തിന് പോകുന്നതുകൊണ്ടുള്ള ക്ഷീണമാണോ? ഇന്നിപ്പോൾ ഒരു വീട്ടിൽ 2 പേരും ഉദ്യോഗത്തിന് പോയെങ്കിലേ അത്യാവശ്യം ജീവിതം അങ്ങറ്റം കൂട്ടിമുട്ടത്തുള്ളൂ. അതും ഒരു സത്യമാണ്. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത് ഈ മലയാള സിനിമയിൽ നിന്ന് മാത്രമല്ല അമ്മ ഇല്ലാതായത്. മലയാള സിനിമയിൽ അമ്മ ഇല്ലാതാക്കിയതാണ്. മലയാള സിനിമ തന്നെ ഇല്ലാതാക്കിയതാണ്. അല്ലാതെ നിങ്ങൾ ആരെങ്കിലും പറഞ്ഞു ഇതിനകത്ത് അമ്മ പാടില്ല എന്നാലും പറഞ്ഞിട്ടില്ല. അപ്പോൾ അത് ഈ പറഞ്ഞ പോലെ താല്പര്യങ്ങൾക്കും ഇഷ്ടങ്ങൾക്കും വഴങ്ങി കഥാപാത്രങ്ങൾ ഉണ്ടാക്കുമ്പോൾ എല്ലാം ഒന്നിലെ നായകൻ അല്ലെങ്കിൽ നായിക. സത്യം പറയുകയാണെങ്കിൽ വളരെ ആത്മാർത്ഥമായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു 5-8 പടം വന്നതിൽ ഞാൻ 2 പടമേ ഞാൻ ചെയ്തുള്ളൂ. ഒന്ന് ഒരു എന്താ പറയുക വ്യസനസമേതം ബന്ധുമിത്രാദികൾ, ഇപ്പോൾ ഒരെണ്ണം വരാൻ പോകുന്നു പ്രകമ്പനം. അതെന്താ ചെയ്തതെന്ന് വെച്ചാൽ ഈ 2 അമ്മമാരുടെയും കാര്യമാണ് ഈ പടത്തിൽ ത്രൂ ഔട്ട് പറയുന്നത്. അയ്യോ അമ്മ ചത്തപ്പ ഇങ്ങനെ. അപ്പോൾ അതുകൊണ്ട് ഈ കഥാപാത്രം പടം കണ്ടു പോയാലും ചിലപ്പോൾ മനസ്സിൽ നിൽക്കും. അല്ലാതെ വെറുതെ മോനെ പോവാണോ പോയേശുവാ എന്ന് പറയാനൊരു അമ്മ എന്തിനാണ് സിനിമയിൽ? അതായത് പടം കണ്ടു തീർന്നാലും അമ്മ മനസ്സിൽ ബാക്കിയാവുന്ന ക്യാരക്ടേഴ്സാണ് നമുക്ക്. ഇപ്പോൾ മല്ലിക ചേച്ചി പറഞ്ഞതിൽ നമുക്ക് ബാക്കി എനിക്ക് തോന്നുന്ന ഒരു കാര്യം, നമ്മുടെ സിനിമയിൽ നിന്ന് കുടുംബം എന്നൊരു പശ്ചാത്തലം, കുടുംബ കഥകൾ ഇല്ലാതാവുന്നുണ്ട്. അപ്പൊ മാല ചേച്ചിക്ക് എന്താ അതിനെ കുറിച്ച് പറയാൻ തോന്നുന്നത്? കാരണം സിനിമയിൽ കുടുംബം അങ്ങ് ഇല്ലാണ്ടാവുമ്പോൾ കഥകൾ നടക്കുന്നത് കൂടുതലും ഒരു വർക്ക് സ്പേസിലോ അല്ലെങ്കിൽ ഒരു ക്യാമ്പസിലോ അല്ലെങ്കിൽ ഒരു മെട്രോ സിറ്റിയിലോ മറ്റോ ആയിരിക്കും. ചിലപ്പോൾ അവിടെ കുടുംബത്തിന്റെ പശ്ചാത്തലത്തിൽ ഒരു സംഭവം നടക്കുന്നുണ്ടാവില്ല. അങ്ങനെ വരുമ്പോൾ കുടുംബവുമായി ബന്ധപ്പെട്ട് കുടുംബ പശ്ചാത്തലത്തിലുള്ള അച്ഛനമ്മ ക്യാരക്ടേഴ്സൊക്കെ അങ്ങ് വഴിമാറി പോകുന്നു. അപ്പോൾ നമ്മുടെ സിനിമയിൽ നിന്ന് കുടുംബം മാറിപ്പോകുന്നുണ്ടോ? സിനിമയിൽ നിന്നല്ല, ഫിലിം മേക്കേഴ്സിൽ നിന്ന്. കഥ എഴുതുന്ന കുട്ടികൾ, സിനിമ എഴുതുന്നവരുടെ ജീവിതത്തിൽ കുടുംബം എന്ത് റോളാണ് ചെയ്യുന്നതെന്ന് അവരുടെ സിനിമ കണ്ടാൽ നമുക്ക് മനസ്സിലാവും. കാരണം ഇന്ന് നമ്മളൊരു ഇപ്പോൾ മല്ലിക ചേച്ചിയൊക്കെ പറഞ്ഞ ഒരു സാഹചര്യത്തിൽ നിന്ന് പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മളെയൊക്കെ കാണുമ്പോൾ നമ്മുടെ തന്നെ മക്കളെ ചോദിക്കുന്നത് ഇതിനെയൊക്കെ കവിയൂർ പൊന്നമ്മയൊക്കെ കാണുമ്പോൾ നിങ്ങളെയൊക്കെ കൊണ്ട് തോട്ടിക്കളയാൻ തോന്നുന്നതെന്ന് പറയുന്നത്. നമ്മൾ റിയൽ അമ്മമാരായി പെരുമാറുമ്പോൾ, നമ്മൾ മനുഷ്യരെ പോലെ പെരുമാറുമ്പോൾ അവർക്ക് ഐഡിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ആർക്കിടൈപ്പൽ മെമ്മറി വെച്ചിട്ടുള്ള ഒരു അമ്മയെ അന്വേഷിക്കുന്ന സമയത്ത് നമ്മളൊക്കെ എന്തു വേണമെന്ന് പറഞ്ഞ് ചേർക്കൂടെ വരുമ്പോൾ ഇത് എന്ത് രാക്ഷസി, ഇവരാണോ അമ്മ എന്ന് ചോദിക്കുന്ന തരത്തിൽ നമ്മളെ കാണുന്ന, അല്ലെങ്കിൽ ഇവരെയൊക്കെ തോട്ടിക്കൊണ്ട് കളയണം, അവരാണ് റിയൽ അമ്മ എന്ന് വിചാരിക്കുന്ന ഒരു ഇമേജ് കവിയൂർ പൊന്നമ്മയെ പോലെ ചേച്ചിമാരുടെ അഭിനയവും ആ തറവാട്ട് ആ ഐശ്വര്യവും ഒക്കെ നമ്മളുടെ എല്ലാവരുടെയും മനസ്സിൽ അതൊരു സ്ഥിര പ്രതിഷ്ഠ നേടിയിട്ടുണ്ട്. അപ്പോൾ അതങ്ങനെ പതിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇന്ന് കമ്പയർ ചെയ്യുമ്പോൾ അങ്ങനെ ഒരു സ്ട്രോങ് മദറിനെ ഡെപ്പിക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ആക്ടർ ആകട്ടെ അല്ലെങ്കിൽ ഒരു കഥാപാത്രമാകട്ടെ വരുന്നില്ല എന്ന് നമുക്ക് തോന്നുന്നത്. പക്ഷെ അങ്ങനെ തീരെ വരുന്നില്ല എന്ന് പക്ഷം എനിക്കില്ല. കാരണം സിനിമയിൽ മനുഷ്യരുടെ ജീവിതത്തിൽ നമ്മൾ എന്താ സംഭവിക്കുന്നതെന്നുള്ളതും കൂടെ ആലോചിക്കണം. പലപ്പോഴും അമ്മമാർ ഒരു ഫോൺ കോളിൻ്റെ അപ്പുറത്ത് നിന്നിട്ടാണ് കുട്ടികളുമായി ബന്ധപ്പെടുന്നത്. അവർ അതേപോലെ തന്നെ അമ്മമാരെ സിനിമയിൽ കാണിക്കുന്നുണ്ട്. ഒരു ഫോണിൻ്റെ അറ്റത്ത് വന്ന് ഇപ്പം നീരജ് അവതരിപ്പിച്ച കഥാപാത്രമാണെങ്കിലും ഞങ്ങളൊക്കെ അവതരിപ്പിച്ച കഥാപാത്രത്തിലാണെങ്കിലും പടം കാണും ചുവരിൽ, ബാക്കി ഫോണില്ല. ഹലോ മോനെ നീ എവിടെയാണെന്ന് ചോദിക്കുന്ന തരത്തിലൊരു ശബ്ദമായോ അല്ലെങ്കിൽ ഒരു ഫോട്ടോ ആയിട്ടോ മാത്രം വരുന്നേ ഉള്ളൂ. ഒരു ഗസ്റ്റ് റോള് മതി. കാരണം അവരുടെ ജീവിതത്തിൽ അത്രേ ഉള്ളൂ. അവരവരുടെ ലോകം തേടിപ്പോകുമ്പോൾ അവർ പലപ്പോഴും ഇപ്പോൾ രോമാഞ്ചം എന്ന് പറയുന്ന ഒരു ഹിറ്റായ സിനിമയിൽ അമ്മയോട് സംസാരിക്കുന്ന മുഴുവൻ അമ്മയെ ഞാൻ വീട്ടിലോട്ട് വന്നോട്ടെ അമ്മ, എന്നെ അടിച്ച് കളയല്ലേ അമ്മ എന്നെ എന്ന് പറയുന്ന അവിടുത്തെ പ്രതാപിയായിട്ടുള്ള ഭയങ്കര ഗുണ്ടയായിട്ടുള്ള പയ്യൻ അമ്മയെ വിളിച്ചിട്ട് അമ്മ അച്ഛനോടൊന്ന് പറയാം എന്നെ വീട്ടിൽ കയറ്റോ അമ്മ എന്ന് ചോദിക്കുന്ന തരത്തിൽ അവരുടെ വ്യക്തിപരമായ ശീലങ്ങളും കാര്യങ്ങളും നമ്മളുടെ വീടിൻ്റെ ഒരു പ്രത്യേക ചുറ്റുപാടിൽ അത് ചേരാതെ വരുമ്പോൾ കുടുംബത്തിൽ നിന്നും പുറത്തായി പോകുന്ന പയ്യന്മാരും ചെറുപ്പക്കാരും പിള്ളേരും ഒക്കെ ചിലപ്പോൾ അവരായിരിക്കും ഈ സിനിമ ഉണ്ടാക്കുന്നതേ. അപ്പോൾ അവരുടെ ജീവിതത്തിൽ അത്രേ ഉള്ളൂ അമ്മ അല്ലെങ്കിൽ അച്ഛൻ എന്ന് പറയുന്ന റോൾ. അത് സമൂഹം തിരിച്ചറിയണം എത്രത്തോളമാണ്. പക്ഷേ അമ്മയുടെ റോള് അങ്ങനെ അമ്മമാർ അല്ലെങ്കിൽ സ്ത്രീകളുടെ റോള് എന്ന് പറയുന്നത് കുറയുന്നില്ല. ഞാൻ ഇപ്പോൾ ലാസ്റ്റ് കണ്ട ചിത്രം ഈക്കോ എന്ന് പറയുന്ന ചിത്രമാണ്. അതിനകത്തെ മ്ലാത്തി ചേട്ടത്തി എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ
മലയാളത്തിൽ ഇറങ്ങിയിട്ടുള്ള ഏറ്റവും നല്ല സ്ത്രീ കഥാപാത്രമാണ്. അതിനകത്ത് അമ്മയുണ്ട്, അമ്മ എന്ന് പറഞ്ഞ ഒരു സ്ത്രീയുണ്ട്. അപ്പോൾ സ്ത്രീ കഥാപാത്രങ്ങൾക്ക് ശക്തിയുണ്ടോ എന്നുള്ളതാണോ, അമ്മ കഥാപാത്രങ്ങൾക്ക് ശക്തിയുണ്ടോ എന്ന് ചോദിച്ചാൽ, അമ്മ എന്നിവിടെ ഉദ്ദേശിക്കുന്നത് ഹീറോ മദറാണ്. ഹീറോയുടെ മദറാണ് അമ്മ, അല്ലെങ്കിൽ ഹീറോയിൻ്റെ മദറാണ്. പക്ഷെ നമ്മൾ അമ്മ എന്നൊരു കോൺസെപ്റ്റ്, ചെറിയ കുട്ടികളുടെ അമ്മ എവിടെ മലയാള സിനിമയിൽ? ചെറിയ കുഞ്ഞുങ്ങളുടെ അമ്മയായിട്ടല്ലേ യങ് മദേഴ്സ് എവിടെ മലയാള സിനിമയിൽ? അവരുടെ കഥ പറയുന്ന സിനിമ ഇല്ലാതെയും ഇല്ല. ഇപ്പം അമ്മ എന്ന് പറഞ്ഞൊരു ചിത്രം ഞാൻ കണ്ടിരുന്നു. അപ്പം അമ്മ എന്ന് പറഞ്ഞൊരു സിനിമ കണ്ട് അതിനകത്ത് പക്ഷെ അത് കാണാൻ ആളില്ല. എന്ന് വെച്ചാൽ അങ്ങനെ ഒരു സെൻറ്റിമെൻ്റലായിട്ടുള്ള പ്രശസ്തരായ അതെ പ്രശസ്തനായ ഒരു നമ്മുടെ ഒരു റിവ്യൂവർ പറഞ്ഞ പോലെ എന്തോന്ന് അമ്മപ്പാശമൊക്കെ വെറും ക്ലീഷയാണ്, നമുക്കിത് വേണ്ട, അമ്മപ്പാശം നമുക്ക് താല്പര്യമില്ല, പാസം കാരണം ആ സിനിമയ്ക്ക് നിങ്ങൾ പോരുത്, ബോറടിച്ച് ക്രിഞ്ചടിക്കും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വാക്കുകൾ കാരണം ആൾക്കാർക്ക് സെൻറ്റിമെൻറ്റ്സ് അല്ലെ അങ്ങനെയുള്ള കാര്യങ്ങൾ എന്താ വേണ്ട എന്നുള്ളൊരു ഇതാണ്. ഞാനിപ്പോൾ അൻപോട് കൺമണി എന്ന് പറഞ്ഞൊരു സിനിമ ചെയ്തിരുന്നു. അതിനകത്തൊരു ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ഒരു മദറാണ്. എന്ന് വെച്ചാൽ നാട്ടുകാരുടെ തീരുമാനം അനുസരിച്ച് കൊച്ചിനെ പ്രസവിക്കാൻ കല്യാണം കഴിച്ച വീട്ടിൽ കയറിയില്ല, അതിന് മുമ്പേ പ്രസവിക്കാത്ത എന്താണെന്ന് ചോദിച്ചുകൊണ്ട് നടക്കുന്നൊരു അമ്മ. എനിക്കതിൻ്റെ ഭയങ്കര ലോജിക്കില്ലായിരുന്നു. ഞാൻ ഇങ്ങനെ ചോദിക്കും, എന്ത് ഈ സ്ത്രീക്ക് ഇത്ര തിരക്ക്, ഈ അമ്മയെ കൊണ്ട് തോറ്റെന്നൊക്കെ ഞാൻ തന്നെ പറയുമായിരുന്നു. പക്ഷെ അങ്ങനെയുള്ള അമ്മമാരും ഉണ്ട്. അവരെ കാണിക്കാൻ ശ്രമിക്കുമ്പോൾ അത് ഓഡിയൻസ് എടുക്കുന്നുണ്ടോ എന്നുള്ളൊരു ക്വസ്റ്റ്യനുണ്ട്. ആൾക്കാർക്കത് വേണ്ട. ആൾക്കാർക്കിപ്പോൾ നിങ്ങൾ തന്നെ പറയുന്നത് ഇപ്പോൾ ഗോതയിലമ്മ, ഇഷ്കിലമ്മ, ഒരു ഫൺ ആംഗിളിൽ കൂടെ നിൽക്കുന്ന, കുട്ടികളോടൊപ്പം നിൽക്കുന്ന, എന്നാൽ കുറച്ച് ഗൗരവമൊക്കെ ഉണ്ട്, എന്നാലും പിള്ളേരോടൊപ്പം നിൽക്കുന്ന അമ്മ, അല്ലെങ്കിൽ മാസ്റ്റർ പീസിലെ അമ്മയൊക്കെ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് അമ്മയാണ്. പക്ഷെ അവരെയൊക്കെയാണ് കുറച്ചുകൂടി ശ്രദ്ധിക്കപ്പെടുന്നത്. എന്നാൽ ഒരു റിയലിസ്റ്റിക് അമ്മമാരെ, അല്ലാതെ ടിപ്പിക്കൽ അമ്മയെ ഇന്ന് കാണിക്കുമ്പോൾ അത് ഓഡിയൻസും ഇത് കുറച്ച് ക്രിഞ്ചാണെന്ന് പറയുന്ന തരത്തിൽ മാറിയിട്ടുണ്ട് എന്ന് പറയുന്നതും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പം ഞാൻ ആകത്തുകയായിട്ട് പറഞ്ഞത്, ലോക സിനിമയിൽ ഇങ്ങോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സിനിമ ഒരു ആർക്കിടൈപ്പൽ മദറിൽ നിന്നും റിയലിസ്റ്റിക് മദറിലേക്ക് മാറി എന്നുള്ളതാണ് ഫസ്റ്റ് പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ്, സ്ത്രീകൾ അവരുടെ റിയലായിട്ടുള്ള സിറ്റുവേഷൻ, അവരുടെ അംബീഷനും അവരുടെ ആഗ്രഹങ്ങളും അവരുടെ ജീവിതം നടക്കുമ്പോൾ അവരുടെ ഒരു ഭാഗമാണ് ഫാമിലിയും കുട്ടികളും. അപ്പോൾ ആ തരത്തിലേക്ക് മാറുന്ന സമയത്ത് കുട്ടികളുടെ ജീവിതത്തിലേക്ക് ആ റോളും അവർ അകലുന്നുണ്ട്. കുട്ടികളുടെ സ്വപ്നം തേടി പോകുമ്പോൾ അമ്മയും മകനും തമ്മിൽ, അല്ലെങ്കിൽ മക്കളും തമ്മിലുള്ള റിലേഷൻഷിപ്പിൽ ഒരു അകലമുണ്ട്. അത് സിനിമയിലും കാണുന്നു. അതുകൊണ്ടാണ് ഒരു ഫോൺ കോളിൻ്റെ അപ്പുറത്ത് അമ്മയായിട്ട് നമ്മളെ പലപ്പോഴും ഡെപ്പിക്റ്റ് ചെയ്തതെന്ന് തോന്നുന്നു. കൂടുതൽ വരാം. ഇപ്പോൾ ഈ ഫോൺ കോളിനപ്പുറത്ത് അമ്മ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഓർമ്മ വരുന്നത് ബിബി മോനെ ഹാപ്പി ആണെന്നുള്ള ഡയലോഗാണ് നിരവ ചേച്ചിയുടെ. അപ്പോൾ അത് ശരിക്കും ഇപ്പോൾ മാല ചേച്ചി പറഞ്ഞ പോലെ നമ്മൾ ഇപ്പോഴത്തെ കാലത്ത് കഥ നടക്കുന്നത് വീടിന് പുറത്തായതുകൊണ്ട് അമ്മ ഫോൺ കോളിലേക്ക് ഒതുങ്ങുന്നു, അല്ലെങ്കിൽ ഈ പറഞ്ഞ മാതിരി ചുമരിലൊരു ചിത്രത്തിലേക്ക് ഒതുങ്ങുന്നു. അപ്പോൾ സിനിമയിലേക്ക് ഫാമിലി എന്നുള്ള ഒരു എലമെൻറ്റ്, കുടുംബം എന്നൊരു എലമെൻറ്റ് തിരിച്ചു വന്നാലാണ് ശരിക്കും അമ്മ എന്ന് പറയുന്ന ഒരു ആക്ടർക്ക്, അമ്മ എന്ന് പറയുന്ന ഒരു റോളിന് ഒരു പ്രോമിനൻസ് കിട്ടുകയുള്ളൂ അല്ലേ? അതെ, മാല പറഞ്ഞ മാതിരി തന്നെ പിന്നെ ഒരു ഫോൺ കോളിനപ്പുറത്തുള്ള ഒരു അമ്മയായിരുന്നെങ്കിൽ പോലും ആ അമ്മയ്ക്ക് അത്രയും ഒരു ഇമ്പാക്റ്റ് ആ സിനിമയിൽ കിട്ടിയത് കൊണ്ടാണല്ലോ ഞാൻ ഇന്നിപ്പോൾ ഇവിടെ വരാൻ കാരണമായത്. അല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളാരും എന്നെ വിളിക്കില്ലായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇത്രയും സിനിമ ചെയ്തെങ്കിലും ആദ്യമായിട്ടാണ് എന്നെ ഐഡൻറ്റിഫൈ ചെയ്തതും റെക്കഗ്നൈസ് ചെയ്തതും ആ ഒരു സിനിമ തന്നെയാണ്. അതിൽ ഞാൻ വളരെ ഹാപ്പി തന്നെയാണ്. എല്ലാവരും ഹാപ്പിയല്ലേ? അതന്നെ, ആ ഒരൊറ്റ ഡയലോഗ് കൊണ്ടാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇത്രയും സന്തോഷമായത്. ഇതേപോലെ തന്നെയാണ് എന്ന പറഞ്ഞ സിനിമയിലും ഞാനുണ്ടായിരുന്നു ഒരമ്മയായിട്ട്. പക്ഷേ അങ്ങനത്തെ ഒരു കുറച്ച് നേരം കൂടുതലുള്ള ഒരു സിനിമയിൽ ഇപ്പം കാണികളില്ല. വളരെ ബുദ്ധിമുട്ടിയാണ് അവർ ശരിക്കും പറഞ്ഞാൽ അത് അത്രയും ദിവസം തിയേറ്ററിൽ എത്തിച്ചതും തിയേറ്ററിൽ ആളെ കയറ്റാൻ ശ്രമിച്ചതും ഒക്കെ. ഓഡിയൻസിനും ശരിക്കും പറഞ്ഞാൽ അങ്ങനെ അമ്മ ക്യാരക്ടേഴ്സ് ഇത്രയും നിറഞ്ഞു നിൽക്കുന്നതിൽ താല്പര്യം ഇല്ല. അതുകൊണ്ടും കൂടിയാണ് കാലത്തിനനുസരിച്ച് ഇതെല്ലാം മാറി. നമ്മളും അപ്പോൾ ഉള്ള ചെറുതാണെങ്കിലും നന്നായിട്ട് അതിനകത്ത് ചെയ്തെടുക്കാൻ പറ്റിയാൽ സന്തോഷമാവണം എന്നുള്ളത് കൂട്ടത്തിലാണ് ഞാൻ. ശരിക്കും അമ്മ ഇല്ലാതെ ഒന്നും ആവുന്നില്ല, എല്ലാ സിനിമയിലും അമ്മയുണ്ട്, പക്ഷെ ചെറുതായിപ്പോയി. കാലം അങ്ങനെ തന്നെയാണല്ലോ ഇപ്പോഴും. എല്ലാവരും ഇപ്പോൾ കൂട്ടുകുടുംബങ്ങൾ വളരെ പേരിൽ പോലും ഇല്ല, അത്ര കുറവാണ്. അപ്പോൾ അതേപോലെ തന്നെ അമ്മയും ക്യാരക്ടേഴ്സ് അങ്ങനെ ആയിപ്പോയി എന്നേ എനിക്ക് എടുക്കാൻ പറ്റുന്നുള്ളൂ. അപ്പം ഞാൻ ഹാപ്പിയാണ് ശരിക്കും പറഞ്ഞാൽ കേട്ടോ. ഏതായാലും ഇപ്പോൾ നമ്മൾ സിനിമയ്ക്ക് അകത്ത അമ്മയെക്കുറിച്ച് സംസാരിച്ചു. ഇനി ഒരു ഫിലിം ഇൻഡസ്ട്രി എന്നുള്ള രീതിയിൽ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ മല്ലിക ചേച്ചി ആയിരിക്കും എനിക്ക് പറയാൻ ഉത്തരം പറയാൻ ആപ്റ്റായ ഒരാൾ. ഈ നമ്മൾ ഒരു ആക്ട്രസിനെ, ഈ മെയിൽ ആർട്ടിസ്റ്റ് ഫീമെയിൽ ആർട്ടിസ്റ്റ് രണ്ടുപേർക്കും രണ്ട് തരത്തിലാണ് പ്രായം. അതായത് ഒരാൾക്ക് ഒരു ആക്ച്വൽ ഏജും ഉണ്ട്, ഒരു സ്ക്രീൻ ഏജും ഉണ്ട്. സ്ത്രീകളുടെ സ്ക്രീൻ ഏജ് പെട്ടെന്ന് അങ്ങ് കൂടിയങ്ങ് പെട്ടെന്ന് അവർ എന്താ പറയുക, നായികയിൽ നിന്ന് നായികയുടെ അല്ലെങ്കിൽ നായികയുടെ ചേച്ചിയാവുന്നു, അമ്മയാവുന്നു, അമ്മായിയാവുന്നു, അവൻ്റെ സ്ക്രീൻ ഏജ് പെട്ടെന്ന് അങ്ങ് കൂടും.
മെയിൽ ആക്ടേഴ്സിൻ്റെ ഏജ്, സ്ക്രീൻ ഏജ് ഒരു ഓൾമോസ്റ്റ് ഒരു സ്റ്റാഗ്നന്റ് ലെവലിൽ അങ്ങ് നിൽക്കും. അവരിനി ഒരു സിനിമയിൽ അച്ഛൻ വേഷം ചെയ്താലും അടുത്ത ലെവൽ ചിലപ്പോൾ വില്ലനാകും, പിന്നെ ചിലപ്പോൾ ഒരു ക്യാരക്ടർ റോൾ ചെയ്യും, അല്ലെങ്കിൽ ഒരു ഫണ്ണി ക്യാരക്ടറായിട്ട് വരും. അപ്പോൾ സ്ത്രീകൾക്ക് ആ ഒരു ഡൈവേഴ്സിഫിക്കേഷനുള്ളൊരു സാധ്യത കുറയുന്നുണ്ടോ? ഞാൻ ഈ അടുത്ത കാലത്ത് ഒരുപോലെ ട്രിവാൻഡ്രത്തൊരു ഫംഗ്ഷന് പോയപ്പോൾ ഞാൻ രണ്ടുപേരും പറഞ്ഞു, ഇത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. പരിണാമചക്രം തിരിയുമ്പോൾ നീ ഒരു പത്നിയായി, അമ്മയായി, അമ്മൂമ്മയായി മാറും. ആരും അച്ഛൻ എന്തോ ആകുമെന്ന് പരിണാമചക്രം തിരിയുമ്പോൾ എന്തോ എന്ന് പറയുന്നതിൽ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? പത്നിയാവുന്നതും അമ്മയാവുന്നതും അമ്മൂമ്മയാവുന്നതും ഒക്കെ പറയുന്നുണ്ട്. അല്ലാതെ ഭർത്താവായി, അച്ഛനായി, അപ്പൂപ്പനായി എന്ന് ഒരു കവി ഇതുവരെ എഴുതിയിട്ടില്ല. അതുകൂടെ ഒന്ന് എഴുതി കിട്ടിയാൽ കൊള്ളാമെന്നുള്ളൊരാഗ്രഹക്കാരിയാണ് ഞാൻ. അപ്പോൾ സത്യം പറയുകയാണെങ്കിൽ അത് വളരെ നല്ലൊരു അർത്ഥവത്തായ ചോദ്യമാണ്. കാരണം ഞങ്ങൾ പലപ്പോഴും ഈ പറഞ്ഞതുപോലെ പണ്ട് രാജൻ പി ദേവ് സാർ ഇപ്പോൾ ഇന്നില്ല കൂടെ. അപ്പോൾ എൻ്റെ ഒരു സിനിമയിൽ ഞങ്ങളൊന്ന് അഭിനയിക്കുമ്പോൾ കുട്ടനാട് ഏരിയയല്ല, പിന്നെ അമ്മച്ചി എന്ന് വിളിച്ചപ്പോൾ ഞാൻ കയറി വലിയ ചേച്ചി, ഞാൻ പറ്റി വലിയ ചേച്ചി എന്നല്ലേ വിളിക്കുന്നത് ചേട്ടൻ. പിന്നെ ഇപ്പോൾ അമ്മച്ചി എന്ന് വിളിച്ചാൽ അതല്ല, ഞാൻ ചേട്ടാ ഈ ക്യാരക്ടറിന് പ്രായമില്ല. നമ്മൾ അമ്മ വേഷം എന്ന് പറയുമ്പോൾ അതിനനുസരിച്ച് മേക്കപ്പ് ചെയ്യാൻ ആൾക്കാരുണ്ട്, അതെന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു തരാൻ സംവിധായകരുണ്ട്. അപ്പോൾ അത് വേണ്ട, അത് സാരമില്ല. പക്ഷേ ഈ പറഞ്ഞതുപോലെ അത് വളരെ കറക്റ്റാണ്. കാരണം എപ്പോഴും പ്രായം വളരെ മാറി നിൽക്കുന്നത് സ്ത്രീ കഥാപാത്രങ്ങൾക്കാണ്. ഇന്ന് അപ്പൂപ്പനായും അച്ഛനായും അഭിനയിക്കുന്നത് നാളെ ഹീറോ വരെ ആകുന്നുണ്ട് ഇവിടെ. അത് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഒരുപക്ഷെ ഈ പറഞ്ഞ പോലെ അതും എല്ലാം ഒന്നും ഞാൻ ഈ ഓഡിയൻസിൻ്റെ താല്പര്യത്തെ ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം എന്താ വെച്ചാൽ ഈ അടുത്ത കാലത്ത് ഒരു സംഭവത്തിൻ്റെ ഒരു കോളേജിലൊരു അധ്യാപികയെ ഘെരാവോ ചെയ്തവിടെ ഒരു സ്ത്രീ, ഒരു ബഹുമാനിക്കപ്പെടുന്ന ഒരു വ്യക്തിയല്ലേ ഒരു പ്രിൻസിപ്പലെന്നോ അധ്യാപികയെന്നോ ഒക്കെ പറഞ്ഞാൽ. അപ്പോൾ അതൊക്കെ കാണിക്കാനുള്ള ഒരു ചങ്കൂറ്റം അവരുടെ വീട്ടിൽ നിന്നാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അതൊരു പക്ഷേ ഈ പറഞ്ഞ രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്നതിൻ്റെ തകരാറ്. അപ്പോൾ ഈ രാഷ്ട്രീയവും സിനിമയ്ക്ക് തമ്മിലൊരു അഭേദ്യമായ ബന്ധമുണ്ട് ഇപ്പോഴും. മുമ്പതില്ല കേട്ടോ. മുമ്പ് നമുക്കറിയാൻ വയ്യ, പാവം നസീർ സാറ്, ഞാനിവരുടെയൊക്കെ കൂടെ അഭിനയിച്ചിട്ടുള്ള ആളാണ്. പ്രേം നസീറാണെങ്കിലും അത് സാറാണെങ്കിലും KP ഉമർ സാറാണെങ്കിലും അന്നത്തെ കാലത്തെ ഒരുവിധപ്പെട്ട എല്ലാ ഹീറോമാരോടും ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. അന്ന് ഞങ്ങളൊക്കെ ഒരു കുടുംബത്തിലുള്ള പോലെ ഒരു ഷൂട്ടിങ്ങിന് പോകുന്നത് വരുന്നതൊക്കെ അത്രയും കണ്ടു. ഇപ്പം അങ്ങനെയല്ല. വന്ന് വോട്ട് ബാങ്കിന് വേണ്ടി ആർക്കും എന്തും പറയാം, എന്തും കാണിക്കാം. സ്വന്തം ആൾക്കാരാണ് ചേർത്ത് നിർത്തുക, അല്ലെങ്കിൽ 4 തെറി പറഞ്ഞ് മാറ്റി നിർത്തുക. ഇങ്ങനെയൊക്കെയുള്ള ഒരു പ്രവണതയും കൂടെ വന്നത് ഒരു പരിധി വരെ ഈ അച്ഛൻ, അമ്മ, കുടുംബം, കുട്ടികൾ എന്നുള്ള ബന്ധങ്ങൾക്കൊക്കെ വല്ലാതൊരു ഒലച്ചിൽ തട്ടിയിട്ടുണ്ട്. അവിടെയാണ് ഞാൻ ആദ്യം പറഞ്ഞൊരു വാചകം പറഞ്ഞത്. ഒരു പരിധി വരെ അത് അധ്യാപകർക്കും രക്ഷകർത്താക്കൾക്കും ഒക്കെ ഒന്ന് മാറ്റിയെടുക്കാൻ പറ്റും. കാരണം ഇതൊരു അപകടമാണ് സത്യത്തിൽ. ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ നമുക്ക് ഒരു കാര്യം പറഞ്ഞ് അതൊക്കെ ഞാൻ നോക്കിക്കോളാം അമ്മേ എന്നൊരു നിസ്സാരമായിട്ട് പറയുമ്പോൾ ആ അമ്മയ്ക്ക് ആ മകൻ പോയി കഴിയുമ്പോൾ ഒരു ചെറിയ വിഷമം തോന്നും. പണ്ടൊക്കെ ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ എന്താ അമ്മ അങ്ങനെ പറഞ്ഞത് തിരിഞ്ഞ് നിന്ന് ചോദിക്കുന്നവൻ അതൊക്കെ ഞാൻ നോക്കിക്കോളാം എന്നൊരു ലെവലായി. ഇപ്പോൾ അവൻ കൂട്ടുകാരൊക്കെ അങ്ങനത്തെവരായിരിക്കും എന്ന് വിചാരിച്ച് ഒരിക്കലും സംഭവിക്കാത്ത കഥകൾ ഈ അമ്മ ഇരുന്ന് സ്വയം ഇരുന്ന് ആലോചിക്കുക. അതുകൊണ്ടായിരിക്കും അവൻ്റെ കൂട്ട് ശരിയല്ല, അവൻ്റെ ഇങ്ങനെയൊക്കെ പറയും. ഒന്നുമല്ല കാര്യം. ചുറ്റുവട്ടത്ത് നടക്കുന്ന സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ ഒരാൾ ഈ ഒബ്സർവേഷൻ, നിരീക്ഷണം എന്ന് പറയുന്നുണ്ടല്ലേ, അതിലൂടെ അവന് തോന്നുകയാണ് അവൻ ചെയ്യുന്നതാണ് ശരി, അമ്മ പറഞ്ഞത് തെറ്റ് എന്നൊക്കെ തോന്നിപ്പോയാൽ നമ്മൾ ആരെയും കുറ്റം പറയുക? അപ്പോൾ അതുകൊണ്ട് എപ്പോഴും സ്ത്രീ കഥാപാത്രങ്ങൾ ഈ പറഞ്ഞത് വളരെ ശരിയാണ്. ഞാൻ 90 വയസ്സായ എനിക്കന്ന് 24 വയസ്സേ ഉള്ളൂ. വയനാടൻ തമ്പാൻ, കമലഹാസനും ഞാനും കൂടെ അഭിനയിച്ചൊരു പടമാണ്. അതിനകത്ത് എൻ്റെ ഇൻട്രൊഡക്ഷൻ തന്നെ ഒരു ചെവി ആർട്ടിഫിഷ്യലായിട്ട് ഇങ്ങനെ തൂങ്ങിക്കിടന്ന് ആടുന്ന ഒരു ചെവിയൊക്കെ വെച്ച് 90 വയസ്സായ ഒരു അമ്മച്ചിയാണ്. ഞങ്ങൾ വയനാടൻ തമ്പാൻ്റെ കഥ പറയുന്നിടത്തു നിന്നാണ് ആ സിനിമ തുടങ്ങുന്നത്. കമലഹാസനുണ്ട്, ജനാർദ്ദനുണ്ട്, അവിടെ MGRൻ്റെ നായികയായിരുന്ന ലതയുണ്ട്. ഞങ്ങളെല്ലാവരും ആയിരുന്നു സെറ്റിൽ ഒരു 3-4 ദിവസം ഒന്നിച്ച്. അപ്പോൾ അന്ന് വിൻസെൻ്റ് മാഷ് പറഞ്ഞിട്ടുണ്ട്, ഇതേ കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ മോള് പറഞ്ഞ അതേപോലെ ഞാനിങ്ങനെ ആലോചിക്കുകയാണ്, മല്ലിക നിങ്ങളെക്കാട്ടിലൊക്കെ എത്രയോ പ്രായം ചെന്നവരൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ നിങ്ങളാണ് ഈ അമ്മൂമ്മ. കാരണം എന്താണെന്ന് വെച്ചാൽ ആ കഥാപാത്രം മലയാളം നന്നായിട്ട് സംസാരിക്കണം, അദ്ദേഹത്തിന് അതൊക്കെ നിർബന്ധമാണ്. ഉച്ചാരണ ശുദ്ധി വേണം, ആരും ഡബ് ചെയ്യാൻ പാടില്ല, ഇങ്ങനെയൊക്കെയുള്ള നിബന്ധനകളും ഉണ്ട്. അപ്പം നമുക്കന്നേരം നമ്മുടെ ഏതോ ഒരു കഴിവിനെ അംഗീകരിച്ചിട്ടാണ് ഈ 90 വയസ്സായ അമ്മൂമ്മയുടെ വേഷം നമുക്ക് തരുന്നതെന്നുള്ളൊരു സന്തോഷമാണ്. ഇന്നല്ല അത്രയൊക്കെ മതി, 2 സീനേ ഉള്ളൂ, വന്നിട്ട് മക്കളെ പോവല്ലേടാന്ന് പറയുന്നതേ ഉള്ളൂ എന്ന് പറയുമ്പോൾ നമുക്കൊരു ഡിപ്രഷനും വരും. അത് ഈ കാലാനുസൃതമായ മാറ്റങ്ങളാണ്. സ്ത്രീ കഥാപാത്രങ്ങളുടെ ലെങ്ത് കുറയ്ക്കുക, അല്ലെങ്കിൽ ഒരു പക്ഷേ അത്ര വലിയ പ്രാധാന്യം ഇപ്പോൾ ഇവരൊക്കെ പറഞ്ഞതുപോലെ അമ്മ എന്ന കഥാപാത്രത്തിനില്ല. അങ്ങനെ ഒരു കാലം വരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. കാരണം ഈ അമ്മമാരിലൂടെ കുറച്ച് നല്ല കാര്യങ്ങൾ പറയാൻ ഈ അവകാശവും അധികാരമുള്ളൊരു കഥാപാത്രം ഒരു വീട്ടിലെ അമ്മയ്ക്കാണ്, അല്ലേ? ഒരു ചൗകര്യം എന്നൊക്കെ പറഞ്ഞാൽ പൊട്ടിച്ച് വെച്ച് കൊടുത്താലും മിണ്ടാതെ പൊക്കോളും പിള്ളേർ.
പക്ഷേ അതിനുള്ള അവസരങ്ങൾ ഇത് കിട്ടത്തില്ല. കാരണം നായകന്മാർ എന്നെ അടിക്കുക എന്ന് ചോദിച്ചാൽ തീർന്നില്ല, അത് ഏത് ഭാഷയാവട്ടെ, അയ്യോ അത് വേണ്ട, അത് അദ്ദേഹത്തിൻ്റെ പിടിക്കുക, അങ്ങനെയൊക്കെ ഒരു തെറ്റായ ധാരണകളുടെ ഒരു കാലഘട്ടമായിപ്പോയി ഇപ്പോൾ. അമ്മയായിട്ട് അടങ്ങി ഒതുങ്ങി അടുക്കള നിന്നോണം, അച്ഛൻ വേണമെങ്കിൽ തല്ലട്ടെ, അച്ഛനെ തല്ലാൻ ചെന്നപ്പോൾ മോൻ കൈ പിടിച്ചൊടിക്കുക. ഇപ്പോൾ അതാണ് അച്ഛൻ മക്കൾ തമ്മിലുള്ള ബന്ധം. ആ കാലത്തുനിന്ന് നമ്മളൊരു പരിധി വരെ നീന്തി കര കയറിയില്ലെങ്കിൽ നമ്മുടെ അടുത്ത തലമുറ കുറച്ച് വിഷമിക്കും. അതാരും ചിന്തിക്കുന്നില്ല ഇപ്പോൾ. ഇതിങ്ങനെ അങ്ങ് പോകുമെന്നാണ് വിചാരം. പക്ഷേ ഇതിനെ അനുവദിച്ച് കൊടുത്താൽ ഇതിന് നമ്മുടെ കൺട്രോളിൽ ഇത് പോകാൻ സാധ്യതയുണ്ട്. അപ്പം അമ്മ പ്രായമായാലും വയസ്സിയായാലും ചെറുപ്പക്കാരി അമ്മയായിട്ട് ദൃശ്യമാധ്യമത്തിലായാലും അച്ചടി മാധ്യമത്തിലായാലും അമ്മയായിട്ട് ചിത്രീകരിക്കാത്തവരോട് എനിക്ക് ബഹുമാനമേ ഇല്ല. അറിയാമല്ലോ, ആർക്കോ വേണ്ടിയിട്ട് ചീത്ത വിളിക്കൊക്കെ കേട്ടില്ല ഞങ്ങളെയൊക്കെ. ഒരു കാര്യമില്ല, ഉണ്ടാകണൊക്കെ കണ്ടിട്ടില്ല. കാരണം 28 വയസ്സുകാരൻ 70 വയസ്സായ എന്നെ എവിടെ വെച്ച് കണ്ടെന്നാ, അവൻ ജനിക്കുന്നതൊക്കെ എത്രയോ കൊല്ലം മുമ്പ് ഞാൻ കണ്ടിട്ടുണ്ട് ഇതുപോലത്തെ സാധനങ്ങളെ. അപ്പോൾ നമുക്കതിലൊരു വിഷമം തോന്നാത്ത അതുകൊണ്ടാണ്. പാവം ആരെയോ കഷ്ടം, അച്ഛനും അമ്മയും അവരുടെ ഒരു വിഷമം ആലോചിച്ച് നോക്കുക. വരച്ചത് പിള്ളേരെ പറ്റി നല്ല 4 വർത്തമാനം പറയാനൊരു അച്ഛനും അമ്മയും കേൾക്കാൻ ആഗ്രഹിക്കുമോ? അതോ ഇത് ആര് വളർത്തി വിട്ടത് എന്ന് കേൾക്കാൻ ആഗ്രഹിക്കുമോ? അതാണ് അങ്ങനത്തെ ഒരുപാട് ഈ സ്ത്രീ കഥാപാത്രങ്ങളിലൂടെ കുറച്ച് തിരുത്തലുകൾ വരാവുന്നത്. അതിനൊരു ശ്രമം നമ്മുടെ ദൃശ്യമാധ്യമ രംഗത്ത് ഇതുവരെയും ഉണ്ടാവുന്നില്ല. സത്യം. ഇപ്പോൾ പ്രായത്തെക്കുറിച്ച് പറഞ്ഞതിനോടൊപ്പം കൂട്ടിച്ചേർക്കാവുന്ന ഒരു കാര്യമാണ്, ഇപ്പോൾ നിങ്ങൾ പലരും ഇപ്പോൾ മലയാളത്തിൽ ഈ അമ്മവേഷം ചെയ്യുന്ന ആർട്ടിസ്റ്റുമാർ യഥാർത്ഥത്തിലുള്ള അവരുടെ ഏജിനേക്കാൾ കൂടുതൽ പ്രായമുള്ള അമ്മമാരായിട്ടാണ് ശരിക്കും അഭിനയിക്കുന്നത്. ഇപ്പോൾ ഈവൻ സോഷ്യൽ മീഡിയയിലാണെങ്കിൽ പോലും ഒരു നടൻ ഒരു പടം പോസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ വളരെ ചുള്ളനായിരിക്കുന്നു, ചെറുപ്പമായിരിക്കുന്നു, അല്ലെങ്കിൽ എവർഗ്രീൻ ആയിരിക്കുന്നു. അതേസമയം ഒരു നടി പോസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പോഴത്തേക്കും കിളവിയായിരിക്കുന്നു, അമ്മച്ചിയായിരിക്കുന്നു. അതൊരു സൊസൈറ്റിയുടെ ഒരു കാഴ്ചപ്പാടിൻ്റെ ഒരു പ്രശ്നം കൂടിയുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് എന്താ മാല ചേച്ചിക്ക് തോന്നുന്നത്? പ്രത്യേകിച്ച് ഈ സോഷ്യൽ മീഡിയ ഇത്ര ആക്റ്റീവ് ആയതിനു ശേഷം ആർക്കും ഈ കലിങ്കിലിരുന്ന് കമൻ്റ് അടിക്കാവുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ സോഷ്യൽ മീഡിയ തരം താണതിനെ കുറിച്ച്. അതെ, എനിക്ക് പലപ്പോഴും തോന്നുന്നത് ഇവർ ഒരു സോഷ്യൽ മീഡിയ സെർച്ച് ചെയ്യുമ്പോൾ ഇവരെന്താ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നാണ്. അവർ കാണാൻ ആഗ്രഹിക്കുന്ന മുഖങ്ങളും രൂപങ്ങളും അല്ലാത്ത എല്ലാവരും വരുന്ന ഉടനെ തള്ളേ മറ്റതേ മറിച്ചതേ വീട്ടിൽ ഇരുന്നൂടെ എന്ന് ചോദിക്കും. അവരന്വേഷിക്കുന്നത് എന്താണ്? ഓരോരുത്തരും അന്വേഷിക്കുന്ന അവരുടെ മനസ്സുകൊണ്ടല്ലേ, അവരുടെ ചിന്ത കൊണ്ടല്ലേ, അവരുടെ ബുദ്ധി കൊണ്ടല്ലേ. അപ്പോൾ അവരന്വേഷിക്കുന്ന കാണുന്ന കാര്യങ്ങൾ അവർ പ്രതീക്ഷിക്കാത്തതും ആഗ്രഹിക്കാത്തതുമായ രൂപവും അല്ലെങ്കിൽ നരയും ഒക്കെ കാണുമ്പോൾ അവരവരുടെ പ്രതിഷേധം അറിയിക്കുകയാണ്. നിങ്ങളുടെ സ്പേസ് അല്ല ഇത്, ഞങ്ങളുടെ മാത്രം ലോകമാണ് എന്ന് അവർ പ്രതിഷേധം അറിയിക്കുന്നതാണ്. ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. കാരണം പണ്ട് ഇങ്ങനെ ഒരു സോഷ്യൽ മീഡിയ ഇല്ലാത്തതുകൊണ്ട് പണ്ടത്തെ കാലത്തെ ആൾക്കാർ എന്ത് ചിന്തിച്ചിരുന്നു എന്ന് പറയാൻ പറ്റത്തില്ല. ഇപ്പോൾ ഒരു റിയൽ ഇഷ്യൂ വരുമ്പോഴത്തേക്ക് ചിലപ്പോൾ വളരെ പോസിറ്റീവായിട്ട് ഇതേ ആൾക്കാർ എഴുതിയെന്ന് വരാം, പറയാൻ പറ്റത്തില്ല. പണ്ട് ഈ നമ്മൾ ബാത്റൂമിൻ്റെയും ഒക്കെ ഈ പബ്ലിക് ടോയ്ലറ്റുകളിലൊക്കെ എഴുതുന്ന ആ സ്വാതന്ത്ര്യം ഇന്ന് എല്ലാവർക്കും ലഭിച്ചപ്പോൾ ഓരോരുത്തരുടെ മനസ്സ് അവർ എഴുതി വയ്ക്കുന്നു. അതുകൊണ്ട് സമൂഹം അതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ആ ചെറിയ ആൾക്കാരുടെ കമൻറ്റ് നമ്മൾ ജനറലൈസ് ചെയ്ത് ഇങ്ങനെയാണ് ഒരു ആക്ടറിനെ ലോകം കാണുന്നതെന്ന് വരുത്തി നമ്മളാക്കുവാണ്. ഭയങ്കര പോസിറ്റീവായിട്ടുള്ള കമൻറ്റ് വന്നാൽ ഓ ഇവർ പോപ്പുലറാണ്, അല്ലെങ്കിൽ ഇവർ ഭയങ്കര നെഗറ്റീവായിട്ട് ആൾക്കാർ പറയുന്നതാണ്, അപ്പോൾ ഇവർ പോപ്പുലർ അല്ല. അപ്പോൾ ഇത് വേണമെങ്കിൽ നമുക്ക് ടാർഗറ്റ് ചെയ്ത് പൈസ കൊടുത്ത് നമുക്ക് ഇതേ പോപ്പുലാരിറ്റി ഉണ്ടാക്കുകയും ഉണ്ടാക്കാതിരിക്കുകയും ചെയ്യാം. പക്ഷേ ഇത് ലോകത്തിൻ്റെ അഭിപ്രായമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നേ ഇല്ല. അങ്ങനെയാണെങ്കിൽ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഇന്ന് ഈ മുഖ്യമന്ത്രി ഉണ്ടാവില്ല, അല്ലെങ്കിൽ പല നേതാക്കന്മാരും ഉണ്ടാവില്ല. അങ്ങനെ കമൻറ്റുകൾ വെച്ച് നോക്കുകയാണെങ്കിൽ അതൊന്നും അല്ലല്ലോ സത്യമായി വരുന്നത്. പലപ്പോഴും എത്ര നെഗറ്റീവായിട്ട് മീഡിയയിൽ വന്നാലും സോഷ്യൽ മീഡിയയിൽ വന്നാലും നമ്മൾ റിയലായിട്ട് നോക്കുമ്പോൾ അവർക്ക് കിട്ടുന്ന പോപ്പുലാരിറ്റി വ്യത്യാസമുള്ളതാണ്. ഞാൻ എൻ്റെ ഒരു ശ്രദ്ധയിൽ നിന്ന് പറയാം. നമ്മൾ വീണ്ടും സിനിമയിലേക്ക് വരികയാണെങ്കിൽ നേരത്തെ മല്ലിക ചേച്ചി പറഞ്ഞതിൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ. ഇപ്പം നമ്മൾ കുറേ നാളായിട്ട് പരസ്യമാണ് പലപ്പോഴും നമ്മളുടെ ചിന്താധാരയെ മാറ്റുന്നത്. പണ്ട് കാലത്ത് അച്ഛനും അമ്മയും പറയുന്നത് കുട്ടികൾ കേട്ടിരുന്നെങ്കിൽ കുട്ടികളുടെ ചോയ്സാണ് വീട്ടിൽ നടക്കേണ്ടത് എന്നൊരു നിയമം കുറേ നാളായിട്ട് വന്നു തുടങ്ങി. അത് എങ്ങനെ? ഇൻഷുറൻസ് വരെ കുട്ടികൾ പറയും, ചെറിയ മക്കൾ അച്ഛാ ഈ ഇൻഷുറൻസ് എടുക്കാമെന്ന്. അവർക്ക് എന്തറിയാം ഇൻഷുറൻസിനെ കുറിച്ച്? പക്ഷെ എന്നാൽ പോലും പേസ്റ്റ് തൊട്ട് സോപ്പ് പൊടി തൊട്ട് കളിക്കേണ്ട ടൈല് തൊട്ട് അല്ലെങ്കിൽ കാറ് തൊട്ട് ബൈക്ക് തൊട്ട് എല്ലാം കുട്ടികളുടെ താല്പര്യമാണ് എന്നൊരു നമ്മുടെ മനസ്സിലോട്ട് അത് ഡെപ്പിക്റ്റ് ചെയ്യാൻ ഇഷ്ടമുള്ള രസമുള്ള വിഷ്വലൊക്കെ വരുന്നത് കൊണ്ടും കുഞ്ഞുങ്ങളുടെ മുഖം വെച്ച് നമുക്കത് മാർക്കറ്റ് ചെയ്യാം എന്നുള്ളത് കൊണ്ടും കുഞ്ഞുങ്ങളാണ് വീട്ടിലെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്, അല്ലെങ്കിൽ അവർക്കൊരു ഇൻഡിവിജ്വൽ ആയിട്ടുള്ള അഭിപ്രായം ഉണ്ട് അല്ലെങ്കിൽ കൊടുക്കണം എന്ന് പറഞ്ഞ് കുട്ടികളെ വളർത്തുന്ന സമയത്ത് അവരുടെ ഒരു ഇൻ്റലിജൻഷ്യയും കൂടെ ഉണ്ട്. നമ്മളൊന്നും കണ്ടിട്ടില്ല ഈ മൊബൈലും കാര്യമൊക്കെ. അപ്പോൾ അവർ കാണുമ്പോൾ തന്നെ അവർക്ക് എവിടെയാണ് എന്താണ് തൊടേണ്ടതെന്നൊക്കെ. അപ്പോൾ അവൻ ഭയങ്കര മിടുക്കനായി, ഭയങ്കര കഴിവുള്ളവനായി. അപ്പോൾ അവൻ താരമായി, അവൻ്റെ ലോകമായി, അവൻ പറയുന്നത് അനുസരിക്കുന്ന 2 പേരായി അച്ഛനും അമ്മയും.
സത്യം പറഞ്ഞാൽ അത് ഭയങ്കര ഒരു സമൂഹത്തെ കുഴയ്ക്കുന്ന ഒരു കാര്യമാണത്. സമൂഹത്തെ തെറ്റായ ദിശയിൽ നയിക്കുന്ന ഒരു കാര്യമാണ്. നമ്മൾ 4 വയസ്സുള്ള കുട്ടിയെടുത്താണ് ചോദിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ ഏത് വീട്ടിലാണ് മോനെ താമസിക്കാൻ ഇഷ്ടം, അല്ലെങ്കിൽ അങ്ങനെ മേജർ ഡിസിഷൻസ് വരെ പിള്ളേരെടുക്കട്ടെ. അവനപ്പോൾ അതല്ലായിരുന്നു താല്പര്യം. പിള്ളേർ വലുതാകുമ്പോൾ ചോദിക്കും എന്നോട് എന്തിനാ ഇത് ചോദിക്കാൻ പോയി, എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. അല്ലെങ്കിൽ അവൻ പറയുന്നു ഇത് പഠിക്കണം അല്ലെങ്കിൽ ഇത് ചെയ്യണം. സത്യത്തിൽ കുട്ടികളുടെ ചോയ്സ് ആണ് വിട്ടിരുന്നെങ്കിൽ ഇന്ന് നമ്മുടെ നാട്ടിൽ ഒരു മേസ്ത്രോസോ അല്ലെ ഒരു കഴിവുള്ള ആർട്ടിസ്റ്റുകളും ഒന്നും ഉണ്ടാവുകയില്ല. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനൊരു രസമുള്ള ഒരു സീരീസ് കാണുമായിരുന്നു. സീരീസ് അല്ല, ഇൻ്റർവ്യൂ സീരീസ്. കൗശികി ചക്രവർത്തിയുടെയാണ്. അവർ അജോയ് ചക്രവർത്തിയെക്കുറിച്ച് പറയുകയാണ്. അവരെ എത്രമാത്രം 20 മണിക്കൂർ റിഹേഴ്സ് ചെയ്യിപ്പിക്കുമായിരുന്നു, റിയാസ് ചെയ്യിപ്പിക്കുന്നു 20 മണിക്കൂർ. അപ്പോൾ ഒരു കുഞ്ഞെന്നുള്ള നിലയ്ക്കൊന്ന് ചിരിക്കാനോ ഒരു മുട്ടായി, ഇതുവരെ മുട്ടായിയുടെ സ്വാദ് അറിഞ്ഞിട്ടില്ലാത്തൊരു പെൺകുട്ടിയാണ് കൗശികി. അപ്പോൾ അവരുടെ കുട്ടിക്കാലം മുഴുവൻ നശിപ്പിച്ച ഒരു വില്ലനായ അച്ഛനായിട്ടും ഡെപ്പിക്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ അങ്ങനെ ചെയ്തത് കൊണ്ടാണ് ഒരു കൗശികി ചക്രവർത്തി ഉണ്ടായതും എന്ന് നമുക്ക് പറയാം. അപ്പോൾ ഇൻഡിവിജ്വൽ ഫ്രീഡവും അച്ഛനമ്മമാരുടെ ഈ വളർത്തലും തമ്മിൽ ഇപ്പോൾ മലയാളി ഒരു തീരുമാനത്തിൽ എത്തിയിട്ടില്ല എന്ന് തോന്നുന്നു. പക്ഷേ എന്തായാലും കുട്ടികൾക്ക് ആ ഫ്രീഡം കൊടുക്കുമ്പോൾ നമ്മൾ ഇവിടെ നിന്ന് മാറിപ്പോയത് ടാലൻറ്റും ആ ഒരു എന്താ പറയുക ഒരു കട്ട് എബവ് നിൽക്കുന്ന നമ്മളെ മീഡിയോക്രിറ്റിയിലോട്ട് താഴുവാണ്. നമുക്ക് ആ ഒരു ഭയങ്കര എക്സലൻ്റ് എന്ന് പറയുന്ന കാര്യങ്ങൾ നമ്മൾ കുറച്ച് പണ്ടത്തെ കാലത്ത് വെച്ച് നോക്കുമ്പോൾ മലയാളത്തിൽ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. ആ തരത്തിൽ ഞാൻ മലയ ചേച്ചി ഗംഭീര അമ്മയാണെന്ന് പറയുന്നത്. 2 മക്കളെ ഗംഭീരമായി വളർത്തി, കൊച്ചുമക്കളെ കുറിച്ചുള്ളതെന്ന് തോന്നുന്നു ചെറിയ എന്തോ പരാതി പറഞ്ഞനുസരിക്കാത്ത. അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും 100 മാർക്ക് കൊടുക്കാവുന്നൊരു അമ്മയായിട്ട് നമുക്ക് ചേച്ചി എപ്പോഴും എനിക്ക് തോന്നാറുണ്ട്. കാരണം അത്രയും കോൺഫിഡൻസോടെ പിള്ളേരെ വളർത്തി വെക്കുന്നത്. അപ്പോൾ ആ തരത്തിൽ നമ്മുടെ വളർത്തുന്ന രീതി, അപ്പോൾ ഇത് സമൂഹത്തിൽ കാണുന്ന കാര്യമാണ് നമ്മൾ സിനിമയിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നത് പലപ്പോഴും. പിന്നെ ലോക സിനിമ, നമ്മൾ കോവിഡ് കഴിഞ്ഞിട്ട് ലോക സിനിമയൊക്കെ നമ്മൾ എടുത്ത് നോക്കുന്ന സമയത്ത് ലോക സിനിമയും ഇമിറ്റേറ്റ് ചെയ്യാനും മിമിക് ചെയ്യാനും അല്ലെങ്കിൽ അതിൽ നിന്നും സ്വാധീനം എടുത്താണ് അല്ലെങ്കിൽ അതുപോലെ നല്ല സിനിമകൾ ചെയ്യാനും ഒക്കെയാണ് നമ്മുടെ ചെറുപ്പക്കാർ ശ്രമിക്കുന്നത്. അപ്പോൾ അതിലെയുമൊക്കെ മദർ ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റീരിയോടിപ്പിക്കൽ അല്ലെങ്കിൽ ആർക്കിടൈപ്പൽ മദേഴ്സിൽ നിന്നും വളരെ വ്യത്യസ്തമായിരിക്കും. അപ്പോൾ അവരുടെ ജീവിതത്തെ മുൻനിർത്തി അവർക്കറിയുന്ന കഥകൾ പറയുമ്പോൾ നമുക്ക് റോള് കിട്ടണം, അയ്യോ എനിക്കൊരു റോൾ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കാൻ പറ്റില്ല. പിന്നെ നമ്മളെ പ്രായമാക്കുന്നത്, പ്രായമില്ലാതാക്കുന്നത്, ഞാനങ്ങനെ എനിക്ക് അതിനെക്കുറിച്ച് പരാതിയില്ല. ഞാൻ പലപ്പോഴും ഇപ്പം മുറ പോലൊരു സിനിമയോ ഒക്കെ ചെയ്യാൻ എനിക്ക് ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. 39 വയസ്സ് സിനിമയാണ് വന്നത്. ഈ പറഞ്ഞാൽ വളരെ വൈകി. സിനിമയുടെ ഒരു പെരിഫറി എഫിമറൽ ഞാൻ എന്നെക്കുറിച്ച് പറയും. ഓരത്ത് നിൽക്കുന്ന ചെറിയ ചെടിയുണ്ടല്ലോ, അത്രയേ ഉള്ളൂ എനിക്ക് സിനിമ ഫീൽഡുമായിട്ടുള്ള ബന്ധം. സിനിമയിലൊക്കെയാണ് വർക്ക് ചെയ്യുന്നത്, പക്ഷേ എനിക്ക് അതിൻ്റെ മെയിൻ സ്ട്രീമുമായിട്ട് എനിക്കൊരു ബന്ധമില്ല. പക്ഷേ എന്നാൽ പോലും എനിക്ക് ഇത്രയും സിനിമകൾ കിട്ടിയതിൽ ഞാൻ വളരെ ലക്കിയായിട്ടാണ് എനിക്ക് കാണുന്നത്. എനിക്ക് നാടകവുമായിട്ട് ബന്ധപ്പെട്ട് നാടകത്തിൽ എന്താണ് പ്രായമുള്ള ആൾക്കാർ ചെറിയ വേഷം ചെയ്യുന്നുണ്ട്. ഇപ്പോൾ എന്നെപ്പോലൊരാളെ വിളിച്ചിട്ട് 35 വയസ്സുള്ള ചെറുപ്പവും പിന്നെ 65 വയസ്സും ചെയ്യിപ്പിക്കുന്നുണ്ട്. എനിക്ക് 55 വയസ്സുണ്ട്, പക്ഷേ ഞാൻ എത്രയോ സിനിമകളിൽ ചെറിയ 40 വയസ്സുള്ള സ്ത്രീയും പിന്നെ 70 വയസ്സുള്ള സ്ത്രീയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്കങ്ങനെ പ്രായവുമായിട്ട് ബന്ധപ്പെട്ട് റിയ ചോദിച്ച ഒരു പരാതി എനിക്കില്ല. അത് നമ്മളുടെ ഒരു ആക്ടിങ് സ്കിൽസുമായിട്ട് ബന്ധപ്പെട്ട് പലപ്പോഴും എന്നെക്കാട്ടി ചെറിയ വേഷങ്ങളാണ് ഞാൻ അവതരിപ്പിച്ചിട്ടുള്ളത്. ഗോതയിലൊക്കെ അവതരിപ്പിക്കുമ്പോൾ എനിക്ക് എത്ര വയസ്സുണ്ട്. ഇപ്പോൾ ഈ ആർക്കിടൈപ്പൽ മദേഴ്സിനെ കുറിച്ച് പറഞ്ഞപ്പോൾ പണ്ട് സുകുമാരി ചേച്ചിയുടെ ഒരു ഇൻ്റർവ്യൂവിൽ വായിച്ചിട്ടുണ്ട്, ഒരു 2 സെറ്റ് സാരിയും കൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ ഒരു 6-7 പടം അഭിനയിച്ചിട്ട് പോരാവുന്നു. കാരണം എല്ലാത്തിലും ഒരേപോലെ ഈ സെറ്റ് സാരി കൊടുത്ത് ഒരേ ടൈപ്പ് ക്യാരക്ടേഴ്സ് ആയിരിക്കും. ഇപ്പോൾ നീരജ് ചേച്ചിക്ക് എന്താ തോന്നുന്നത്, പുതിയ കാലത്തെ അമ്മമാർ കുറച്ചും കൂടി ഈ റിയാലിറ്റി ആയിട്ട് കണക്റ്റഡ് ആയതുകൊണ്ട് അവരുടെ അപ്പിയറൻസിലും ആറ്റിറ്റ്യൂഡിലും എല്ലാം ആ ചേഞ്ച് വന്നിട്ടുണ്ട്. കുറേയും കൂടി ആ ഒരു കാൽപ്പനികതയുടെ ഭാരം അങ്ങ് ഒഴിഞ്ഞു, കുറേയും കൂടി ജെന്യുവനായി അമ്മമാർ. ഇപ്പം ശരിക്കും പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഓരോ സിനിമയിലും വേറെ വേറെ ക്യാരക്ടേഴ്സാണ് ചെയ്തത്. അപ്പോൾ എല്ലാം ശരിക്കും പറഞ്ഞാൽ ചെറിയ ക്യാരക്ടേഴ്സ് ആണെങ്കിൽ പോലും എനിക്ക് കുറച്ചും കൂടിയും നമ്മളുടെ സ്ഥിരമായി കാണുന്ന വീട്ടിലോ അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുവട്ടത്ത് കാണുന്നതായ കഥാപാത്രങ്ങളുടെ അമ്മയായിട്ട് തന്നെയാണ് എനിക്ക് ഇപ്പം കഴിഞ്ഞ എല്ലാ സിനിമയും. ഞാൻ 50-ലേറെ സിനിമകൾ ചെയ്തു, പക്ഷേ എല്ലാത്തിലും എനിക്ക് ചെറുതാണെങ്കിലും എനിക്ക് ചെയ്യാൻ പറ്റിയത് അതേപോലെയാണ്. എനിക്കത് വളരെ സന്തോഷമായിട്ട് തന്നെയാണ് ഞാൻ ചെയ്തിട്ടുള്ളത് ഇതുവരെയൊക്കെ. എനിക്കങ്ങനെ യാതൊരു പരാതികളും ഇല്ല. പിന്നെ ഈ മീഡിയയിൽ ഈ ഇൻസ്റ്റഗ്രാമിലത്തെ ഇതിന് മാല പറഞ്ഞ പോലെ ആകെക്കൂടി എനിക്കൊരു വിഷമം വന്നതെന്താ വെച്ചാൽ, ഇലുമിനാറ്റി സിനിമയുടെ പ്രൊമോഷൻ സമയത്ത് ഞാൻ തിയേറ്ററിൽ ചെന്നിട്ട് ഇലുമിനാറ്റി ഇറങ്ങാൻ നേരത്താണല്ലോ ആ പാട്ട് വരുന്നത്. ആ സമയത്ത് ഞാൻ കണ്ടില്ല പിന്നിൽ നിൽക്കുന്നവർ കളിക്കുണ്ടോ ഇല്ലയോ എന്നൊന്നുമില്ല. ഞാൻ ഭയങ്കര ഡാൻസ് കളിച്ചു. എനിക്കത് എൻ്റെ ഒരു ആവേശത്തിൽ തന്നെയാണ് ഞാൻ കളിച്ചിരുന്നത്. അതിന് ഒരുപാട് പേര് അതിനകത്ത് താഴെ കമൻറ്റ് ചെയ്തിരുന്നു. അതെനിക്ക് നല്ല വിഷമം ഉണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ തന്നെ ആൾക്കാർ എന്നോട് പറഞ്ഞു, അതൊന്നും നോക്കണ്ട ചേച്ചി, സാരില്ല,
അതിലിങ്ങനെ, പക്ഷെ എന്നാലും അത് ചില സമയത്ത് ഞാൻ കണക്കിന് ഞങ്ങളൊക്കെ തൂങ്ങിച്ചാവണമല്ലോ. എന്നാലും അതൊരു അറിയില്ല, അത് വില കൊടുക്കുന്ന സഹോദരി, ഞാനും മാലയൊക്കെ വലിയ ശത്രുക്കളായി രംഗത്ത്. ആദ്യമായിട്ടായതുകൊണ്ടായിരിക്കും എനിക്കതിൽ കുറച്ച് വിഷമമൊക്കെ ഉണ്ടായിരുന്നു. അല്ലല്ല, സത്യം കഞ്ചാവ് അടിച്ചിട്ട് ഞാൻ ഒരുപാട് ബഹുമാനിക്കുന്ന പ്രേക്ഷകരുടെ കൂട്ടത്തിലുള്ളവരാണ് ഇവിടെ ഇരിക്കുന്ന കുടുംബാംഗങ്ങളും ഒക്കെ. എന്ന് വെച്ചാൽ ഇപ്പം പറയാം, ഓ എൻ്റെ പൊന്നെ, ഒരു ക്യാരവനകത്ത് കയറിയിരുന്നാൽ തിരിഞ്ഞു നോക്കത്തില്ലെന്ന്. മുമ്പ് പറഞ്ഞു ബാത്റൂം ഇപ്പോൾ ആ സ്ഥലമില്ല, ഞങ്ങൾ മൈലുകളോളം നടന്ന് ഓലപ്പരയ്ക്കകത്താണ് പോകുന്നത്. ഇത് രണ്ടും കൂടെ പറഞ്ഞാൽ എങ്ങനെയാണ്? ഒന്നില്ലേ ഓലപ്പര പോകാൻ തയ്യാറാവണം, ഇല്ലെങ്കിൽ ക്യാരവനിൽ 8 പേര് ഒന്നിച്ചിരിക്കേണ്ടി വരും. അല്ലാതെ 8 പേര് വരുന്നിടത്ത് നമുക്ക് അതൊക്കെയാണ് പരാതികളിത്. ഇപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, ആ ചിന്താധാര. ഇപ്പം ഞാനൊക്കെ നസീർ സാറിൻ്റെ കൂടെ എന്തായിരുന്നു അഭിമാനം, ഒരു പടം അഭിനയിക്കുന്നു. അതുപോലെ ഇവിടെ കുഞ്ചാക്കോ, അദ്ദേഹത്തിൻ്റെ സ്റ്റുഡിയോയിൽ, ഉദയ സ്റ്റുഡിയോയിൽ ആനപ്പാച്ചൻ, അതൊക്കെ അഭിനയിക്കുമ്പോൾ അവിടെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ഒരു ഔട്ട്ഡോർ പോയാൽ കണ്ടത്തും വരമ്പത്തൂടൊക്കെ നടന്ന് ഒരു വീട്ടിൽ കയറി അതിൻ്റെ പുറകുവശത്തുള്ള ഓലപ്പരയിലൊക്കെ ഞങ്ങൾ ബാത്റൂമിൽ പോയിട്ടുണ്ട്. അന്ന് പരാതി പറഞ്ഞിട്ടില്ല. അതിപ്പോഴും ഉണ്ട് ചേച്ചി, ചില സിനിമയിലൊക്കെ ഇപ്പോഴും കുഴപ്പമില്ല. ചില സമയത്ത് പോകാൻ പറ്റാത്ത സമയം ഉണ്ടായിട്ടില്ല. അതല്ല ഞാൻ പറയുന്നത്, ഇപ്പൊ നിങ്ങൾക്ക് ചിന്തിക്കാം ക്യാരവനെ കുറിച്ച്. അന്ന് ക്യാരവൻ എന്ന് പറഞ്ഞാൽ ക്യാരവൻ അല്ല ഉണ്ടായിട്ട് പോലും ഇപ്പൊ നമ്മള് നായികമാർക്ക് മാത്രമേ ക്യാരവൻ പറഞ്ഞിട്ടുള്ളെങ്കിൽ നമുക്ക് അതിനകത്തേക്ക് കയറാനുള്ള അനുവാദമോ അല്ലെങ്കിൽ നമുക്കത് കിട്ടിയില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ മാതിരി കുറേ ദൂരം പോയിട്ടാണ് ഒരു വാഷ്റൂം. അതെന്താണെന്നറിയാമോ? അത് എതിർക്കാത്തത് എന്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞുതരാം. നിങ്ങളാരും എതിർക്കാതെ വരുമ്പോൾ നിങ്ങൾക്ക് പേടി, ഞാൻ എതിർത്താൽ ഒരു പക്ഷേ ഈ പടത്തിൽ തന്നെ കട്ട് ചെയ്യുമോ? ഇതാണ് ആദ്യം മനസ്സിലെ പേടി. എനിക്ക് കിട്ടിയ ഒരു നല്ല വേഷമാണ്. എനിക്ക് ബാത്റൂമിൽ പോകാൻ ക്യാരവൻ വേണമെന്ന് പറഞ്ഞ ഒരൊറ്റ കാരണം കൊണ്ട് എന്നെ ഈ പടത്തിൽ അതല്ല ഞാൻ ചേച്ചിട്ട് കാര്യമല്ല പറയുന്നത്. അങ്ങനെ പേടിക്കുന്നവരുണ്ട്. അല്ല, അവർ നായികമാരൊക്കെ പോയല്ലേ, ഞാനൊന്ന് പോയിട്ട് വേഗം ഇറങ്ങാം സാറേ എന്ന് പറഞ്ഞാൽ എൻ്റെ അവസരം നിഷേധിക്കപ്പെടുമോ? അതുണ്ട് സിനിമയിൽ. ഇല്ലയെന്നൊന്നും ഞാൻ പറയത്തില്ല. ആരെ സൂചിപ്പിക്കുന്ന പരിപാടി എനിക്കില്ല. അത് ഇന്നും ഉണ്ട്. കുറച്ച് പേർക്ക് കുറച്ച് പ്രത്യേകതകളുണ്ട്. എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ ഇവർ പണ്ടേ വിശകാകും കേട്ടോ എന്ന് പറയുന്ന ഒരു സംഭവം. ഞാൻ ജീവിച്ചത് എൻ്റെ സുഖേട്ടനോടെ ജീവിച്ചു. ഒരു ജീവിതത്തിൽ തന്നെ രക്ഷപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം 27 വർഷക്കാലം ഞങ്ങൾ ഒന്നിച്ച് ജീവിച്ചപ്പോൾ ഒന്നേ പറഞ്ഞുള്ളൂ, ആർക്കും വേണ്ടി നുണ പറയാതിരിക്കുക. മക്കൾക്കും പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. പറയാനുള്ളത് കേൾക്കുമ്പോൾ ഒരു സുഖം തോന്നത്തില്ല, പക്ഷേ അത് 24 മണിക്കൂറിൽ തീരും. ഒരു നുണ പറഞ്ഞാൽ 24 കൊല്ലം കൊണ്ട് കിടക്കുമല്ലോ. പണ്ട് ഇവരല്ലേ ഇല്ല കള്ളം പറഞ്ഞതെന്ന് പറഞ്ഞ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്നത് അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഇരു കൂട്ടരും അഡ്ജസ്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഞാനിപ്പോൾ ഉദാഹരണത്തിന് എൻ്റെ അടുത്ത് പലരും പറയാറുണ്ട്, അയ്യോ നമുക്ക് ബാത്റൂം സ്ഥലമില്ല എന്നൊക്കെ. അത് പറഞ്ഞിട്ട് കാര്യമില്ല. ചില സ്ഥലത്തൊക്കെ പോകുമ്പോൾ നാട്ടുപുറത്ത് നമുക്ക് ഷൂട്ട് ചെയ്യണം, എന്ത് ചെയ്യാൻ പറ്റും? ചിലപ്പോൾ ക്യാരവൻ ഡ്രൈവർ സാറേ ഈ വഴി കൂടെ പോകുന്നില്ല കേട്ടോ, ക്യാരവൻ പോകത്തില്ല എന്ന് പറഞ്ഞാൽ നമുക്കൊന്നും ചെയ്ത് കൊണ്ടുപോകണോ ക്യാരവൻ നമുക്ക് പറയാൻ പറ്റുമോ? ഒന്നും പറ്റത്തില്ല. അപ്പോൾ അങ്ങനത്തെ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഒരു പരിധി വരെ നമ്മൾ മുന്നിൽ കാണേണ്ടി വരും. പക്ഷേ എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിട്ടും നിങ്ങൾ മാത്രം കയറരുതെന്ന് പറഞ്ഞാൽ അവിടെ പ്രതികരിക്കണം എന്നാണ് ഞാൻ പറയുന്നത്. എന്തുകൊണ്ട് കയറിക്കൂടാന്ന് ചോദിക്കണം, വിടരുത് വെറുതെ ഒന്നും. നമുക്ക് വല്ല അവകാശമുണ്ട്. പ്രവേശന വിലക്കൊക്കെ ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ചിലർക്ക് ക്യാരവനിൽ പിന്നെ ഒരു ക്യാരവൻ ഇല്ലെങ്കിൽ സിനിമയിൽ അഭിനയിക്കില്ല എന്ന് പറഞ്ഞൊരു ചീത്തപ്പേര് കേൾക്കുകയും ഒരു അറ്റാക്ക് വരികയും ചെയ്തിട്ടുള്ള ഒരാളാണ്. അതിൻ്റെ സത്യാവസ്ഥ വേറെ ഒരു കാര്യമായിരുന്നു. അത് വെളിയിൽ പറയാൻ ഇപ്പം എനിക്ക് പറ്റത്തില്ല. കാരണം അവിടെ പെൺകുട്ടികൾക്ക് ഇരിക്കാനുള്ള സുരക്ഷിതത്വം ഇല്ല. അതുകൊണ്ട് ഞാനൊരു ക്യാരവൻ എടുത്ത് അവിടുത്തെ 8 or 9 പെൺകുട്ടികൾ എല്ലാവരും കൂടെ ക്യാരവനിൽ ഇരുന്നുള്ളതാണ് സത്യം. പക്ഷെ അത് ഞാൻ ക്യാരവൻ ഇല്ലാതെ അഭിനയിക്കില്ല എന്നുള്ളൊരു കഥയാക്കി മാറ്റി. അതല്ല ഞാനിപ്പോൾ പറയാൻ വന്ന മറ്റൊരു വിഷയം. സിനിമാക്കാർ ബാത്റൂമിൽ പോകുന്നതിനെക്കുറിച്ച് ഇത്രയും ചർച്ച. നാടകക്കാരികളുടെ ഒരു കാര്യം പണ്ട് പൗളി വത്സൻ സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ പൗളി ചേച്ചി പറഞ്ഞൊരു കഥ ഞാൻ ഓർക്കുക. നാടകത്തിന് പണ്ട് പോയതാണ്. അപ്പം ഞങ്ങളൊക്കെ നാടകത്തിന് പോകുമ്പോൾ ബാത്റൂം പോകാൻ ബുദ്ധിമുട്ടുള്ള കാര്യം പറഞ്ഞപ്പോൾ ചേച്ചി പറയാം, ഒരു പ്രാവശ്യം ഇങ്ങനെ അത്യാവശ്യമായിട്ട് ഒരു നാടകം കഴിഞ്ഞ് അടുത്ത നാടകം തുടങ്ങാറായപ്പോൾ എവിടെയെങ്കിലും ഒന്ന് പിന്നെ ഒന്നിന് പോകണമെന്ന് പറഞ്ഞ് അന്വേഷിച്ച് ഒരു പറമ്പ് കണ്ട്. അപ്പോൾ കൂട്ടുകാർ ഒന്ന് നോക്കിക്കോടെ എന്ന് പറഞ്ഞ് പറമ്പത്ത് ഇറങ്ങി അങ്ങോട്ടിരുന്നതും ഇരുന്നതേ ഉള്ളു വെടിക്കെട്ട് ഒക്കെ തുടങ്ങിയെന്ന് ഫുള്ള് ആൾക്കാരും ചുറ്റും നടുക്ക് മുഴുവൻ. അപ്പോൾ ആ സാഹചര്യം സിനിമാക്കാർക്ക് ഏതായാലും ഉണ്ടായിട്ടില്ല. ചേച്ചി പറയും ഇരുന്നും പോയി ചുറ്റുപാളും നിൽക്കുന്നു മുഴുവനും പടപെടാന്ന് നല്ല തട്ടുച്ച പോലെ വെളിച്ചം ഇങ്ങനെ. അത്രയും പ്രശ്നം. അല്ല, ഞാനിത് പറഞ്ഞു വന്നതിൻ്റെ കൺക്ലൂഷൻ എന്താണെന്ന് വെച്ചാൽ അമ്മമാർക്ക് മാത്രമായിട്ട് എന്തുകൊണ്ടൊരു ക്യാരവൻ എടുത്തുകൂടാ? അത് പ്രതികരിച്ചാൽ വലിയ ചേച്ചി അയ്യോ മിണ്ടല്ല. അങ്ങനെ സംഘടനയിൽ വരെ എനിക്കൊരു പേരുണ്ട്, നിങ്ങളൊക്കെ കേട്ട് കാണല്ലോ, ലൂസ് സ്റ്റോക്കറാണ്, അവരെന്തും വിളിച്ചു പോവെന്ന്. അല്ല കൊണ്ട് പോകുന്നില്ല. അത്യാവശ്യമുള്ളത് അമ്മമാർക്കാണ്. കാരണം പ്രായം അത് പറഞ്ഞു നിർത്താനാണ് ഞാൻ തുടങ്ങി. കാരണം പ്രായാധിക്യമുള്ള സ്ത്രീകൾക്ക് ഉച്ചയ്ക്ക് ഒന്നിരിക്കുക അല്ലെങ്കിൽ ഒന്ന് ബാത്റൂമിൽ പോവുക,
അതൊക്കെ അത്യാവശ്യമുള്ള കാര്യമാണ്. അയ്യോടെ അതേസമയം ഇപ്പോൾ ബാത്റൂമിൽ പോകണമെങ്കിലും പോകാതെ ചേട്ടാന്നും പറഞ്ഞിരിക്കുന്ന നടികൾ കാണുമായിരിക്കും. അത് നമുക്ക് പറ്റത്തില്ലല്ലോ. നമ്മൾ മരുന്നും കഴിച്ച് നമ്മുടെ പ്രായം കാര്യങ്ങളൊക്കെ നോക്കണ്ടേ. അപ്പോൾ അത് ഉള്ള ഒരു സെറ്റപ്പുകളൊക്കെ ഉണ്ടാക്കണം എന്നുള്ളത് സിനിമാ സംഘടനകൾ തീരുമാനിക്കേണ്ട ഒരു കാര്യം. ഇതിപ്പോൾ പറഞ്ഞാൽ നാളെ പറയും ആ ചേച്ചി ചേട്ടാ മനോരമയുടെ പരിപാടിക്ക് പോയി വേണ്ടാത്തൊക്കെ പറഞ്ഞിട്ട് വന്നെന്ന് പറയും. വേണ്ടാത്തതല്ല, വളരെ വേണ്ടുന്ന കാര്യങ്ങളാണ്. നിസാരം 3 ക്യാരവരുണ്ടെങ്കിൽ ഒരെണ്ണം എന്താ, മറ്റേതെല്ലാം ചെറുപ്പക്കാരിരുന്നോ, ഇത് ആ വയസ്സിൽ തള്ളമാരിരുന്നോട്ടെ എന്ന് പറഞ്ഞാൽ അവർക്ക് പുണ്യമല്ലേ കിട്ടുള്ളൂ. ഇപ്പം പിന്നെ എൻ്റെ അടുത്ത് പറയാത്തത് ഇപ്പം എൻ്റെ മഹാത്മ്യം കൊണ്ടോ ഞാൻ വലിയ താരമായതുകൊണ്ടൊന്നും അല്ല. 2 പിള്ളേരും കൂടെ കുടുംബത്തിലുള്ളതുകൊണ്ട് മാത്രം പറയാത്തത്. അല്ലെങ്കിൽ പറഞ്ഞേനെ എന്നോടും പറയും. അതിലൊന്നും എനിക്ക് സങ്കടവുമില്ല. കാരണം ഞാൻ അങ്ങനത്തെ ഒരു കാര്യം പറഞ്ഞ് വഴക്കുണ്ടാക്കുന്ന ആളല്ല. പക്ഷെ തെറ്റ് കണ്ടാൽ ഞാൻ ഏത് സെറ്റിലും ഞാൻ ഒരാളിൻ്റെ പക്ഷം ചേർന്ന് ഞാൻ പറയില്ല. എനിക്ക് ഇഷ്ടമല്ല അത്. കാരണം ഞാൻ വന്നപ്പോൾ ഇവരാരും ഇല്ലല്ലോ ഇവിടെ. എല്ലാവരും ജനിച്ച് 5-6 വയസ്സ് സ്കൂളിൽ അവിടെ ഇവിടെയൊക്കെ നടക്കുക. അപ്പോൾ ഇവർ വളർന്നതും വന്നതും ഇവരെ വളർത്തിയതും ഇവരുടെ പുറകെ നടക്കുന്നവരെയൊക്കെ എനിക്കറിയാം. എല്ലാം കണ്ടു അറിഞ്ഞാണ് ഞാനിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് മനഃപൂർവ്വമായിട്ടൊരു തെറ്റ് സംഭവിക്കുമ്പോൾ ശരിയല്ലേ ഊഞ്ഞ എന്ന് ഞാൻ പറയാറുണ്ട്. അതിപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടേ പറയാമെന്ന് പറഞ്ഞാൽ പിന്നെ കാര്യം നടക്കത്തില്ല. അതേ ഉള്ളൂ എൻ്റെ ഒരു സത്യാവസ്ഥ. അതുകൊണ്ട് അമ്മയില്ലാത്ത സിനിമ എന്ന് പറയുന്നത് തെറ്റാണ്. അമ്മ വേണം സിനിമയിൽ. അമ്മയിലൂടെ നിങ്ങൾക്ക് പലതും പഠിപ്പിക്കാൻ സാധിക്കും വരും തലമുറയെ. അല്ലാതെ ഒരു ഹീറോ മാത്രം പറഞ്ഞാൽ കേൾക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ അടിയും പിടിയും മാത്രമേ നടക്കത്തുള്ളൂ. അമ്മമാർക്ക് അത് വേണ്ട. അമ്മമാർക്ക് കാര്യം പറയാം, ധൈര്യപൂർവ്വം കാര്യം പറയാം. ഇപ്പം തന്നെ ഞാൻ ബ്രോഡാഡിയുടെ ഇത്രയും എനിക്ക് പേര് സത്യം എനിക്ക് വളരെ സന്തോഷമുണ്ട്. IAS കാരുടെ ഒരു സംഘടനയിൽ നിന്ന് ഒരു ഉദ്യോഗസ്ഥരെ എനിക്ക് എഴുതി, എൻ്റെ ചേച്ചി എൻ്റെ വീട്ടിൽ ഞങ്ങൾ സിറിയൻ ക്രിസ്ത്യൻസ്. അപ്പോൾ എനിക്കൊരു അമ്മച്ചിയുണ്ട്, ഇതുപോലെ വേണ്ടുന്നതിനും വേണ്ടാത്തരത്തൊക്കെ കുത്തി സംസാരിക്കുമ്പോൾ എടാ ജോണിക്കുഞ്ഞേ എത്ര മാസം ആയടാന്നൊക്കെ ചോദിക്കുന്ന ആ ഡയലോഗൊക്കെ എടുത്തെടുത്ത് ഓർമ്മിച്ച് അദ്ദേഹം. അപ്പോൾ ഞാൻ വിചാരിച്ചു അപ്പോൾ ഇങ്ങനത്തെ അമ്മമാരൊക്കെ ഉള്ള വീടുണ്ടേ. അപ്പോൾ അതുപോലത്തെ അമ്മമാരെ സൃഷ്ടിക്കണം. ഉള്ളതുപോലെ മുഖത്ത് നോക്കി പറഞ്ഞാൽ മതിയല്ലോ. അപ്പോൾ ഈ പിള്ളേർക്കത് കാണുമ്പോൾ അങ്ങനെ അതാ പറഞ്ഞത്. കഥാപാത്രങ്ങൾ എഴുതുന്നവരും കൂടി കുറച്ച് ശ്രദ്ധിക്കാം. അമ്മയെ അങ്ങനെ നിസ്സാരമായിട്ട് ഈ ഫോണിൻ്റെ അപ്പുറത്ത് നിന്ന് മോനെ സുഖമാണോ എന്ന് മാത്രം അതാ ചോദിക്കണ്ട. അല്ലാതെ തന്നെ അമ്മമാരെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചോളുമല്ലോ. അതാണ് ഞാൻ പറയാൻ പറ്റുന്നത്. കാരണം അമ്മയ്ക്ക് അതിൻ്റേതായ സ്ഥാനം കിട്ടുമ്പോൾ സിനിമയ്ക്ക് അതിൻ്റേതായ മാറ്റം വരും. ഇപ്പോൾ എന്നെ പിടിച്ച് അമ്മയാക്കണമെന്നല്ല പറഞ്ഞത്. നമ്മളൊക്കെ അവനെ ഏതാണ്ട് നിർത്തി വെച്ച് കെട്ടി പോകാറായി. അപ്പോൾ അതിന് വലിയ താല്പര്യമൊന്നും ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്നത് നല്ല കഥകൾ പണ്ടത്തെ പോലെ, പണ്ട് നോവലുകളും നല്ല കഥകളും ഒക്കെ സിനിമയാക്കിയിരുന്ന കാലത്ത് ഇപ്പോഴും ഞാൻ പറയുന്നു, ഞാൻ സത്യം ഞാൻ ഗവൺമെൻറ്റിനോട് നേരിട്ട് പറഞ്ഞിട്ട് ആദ്യമായിട്ടിവിടെ പറയാം. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ എല്ലാ ഫെസ്റ്റിവലും നടക്കുമ്പം മലയാള സിനിമകൾ, സത്യൻ മാഷ്ട പഴയ സിനിമ, ചെമ്മീൻ തൊട്ട് മാത്രമല്ല അതിന് മുമ്പത്തെ കാര്യങ്ങളൊക്കെ ഞാൻ പറയാം. ഉദയ സ്റ്റുഡിയോ എടുത്തതും മെർലാൻ സ്റ്റുഡിയോ എടുത്തതും മലയാള സിനിമകൾ മാത്രം നല്ല പടങ്ങൾ പ്രദർശിപ്പിക്കുന്ന ഒരു സ്ഥലം വരണം. അവിടെ ഫ്രീ എൻട്രി കൊടുക്കണം സർക്കാർ. പിള്ളേരൊക്കെ അതൊക്കെ പോയി കാണട്ടെ. കുറച്ച് എങ്ങനെയായിരുന്നു കുടുംബ പശ്ചാത്തലങ്ങൾ, എങ്ങനെയായിരുന്നു കുടുംബ ബന്ധങ്ങൾ, അല്ലേ? നമ്മൾ എത്രയോ കണ്ടിരിക്കുന്നു. സത്യൻ മാഷ്ടർ ഇപ്പം നിസാരം കൂട്ടുകുടുംബം വിട്ടാട്ടെ, ഈ അടിമകൾ എന്ന് പറയപ്പെട്ട പമ്മൻ്റെ ഒരു നോവൽ സിനിമയാക്കി. അതിനകത്തൊക്കെ എന്തൊരു നല്ല കഥയാണ്. അതിനെയാണ് ഇപ്പം പലതും കളിയാക്കിക്കൊണ്ട് പുതിയ വേർഷൻസ് വരുന്നത്. ആരും മറ്റേ കാവി കൊടുക്കാൻ പാടില്ല, എന്താ ഒരു അമ്മച്ചി സ്വാമിയായ കുറ്റം, അപ്പച്ചൻ എൻ്റെ പള്ളിയിൽ പോയി കുർബാന ഉണ്ടാ കുറ്റം, ഇങ്ങനെയൊക്കെയാണ് പുതിയ തലമുറയുടെ വേർഷൻസ്. ഇതൊക്കെ മാറണം. മാറിയില്ലെങ്കിൽ ഒരു അപകടം പിടിച്ചൊരു പോക്ക് പോകും. കാരണം പിന്നെ നമുക്ക് പിടിച്ചാൽ കിട്ടാത്തൊരവസ്ഥ വരും. അതാണ് എൻ്റെ സത്യം. അപ്പം നമുക്ക് ചർച്ച ഏകദേശം ഇവിടെ അവസാനിപ്പിക്കാം. ഒരുപാട് കാര്യങ്ങൾ 3 പേർക്കും പറയാനുണ്ട്. പക്ഷേ അതിലേറെ കാര്യങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്ക് ചോദിക്കാനും ഉണ്ടാവും. അപ്പോൾ നമുക്ക് ചെറിയൊരു ഇൻട്രാക്റ്റീവ് സെഷനുള്ള സമയമുണ്ട്. ആർക്കെങ്കിലും എന്തെങ്കിലും ഇവരോട് നേരിട്ട് ചോദിക്കാനുള്ള ഒരു അവസരമാണ്. അവിടെ ഒരാൾ കൈപൊക്കിയിട്ടുണ്ട്. ഹായ് മാം, എൻ്റെ പേര് അമൽ എന്നാണ്. ഞാൻ SH കോളേജിൽ ഡിഗ്രി സെക്കൻഡ് ഇയർ പഠിക്കുന്നു. എൻ്റെ ചോദ്യം എന്ന് പറയുന്നത്, ഇപ്പം നിങ്ങൾ പറഞ്ഞ പോലെ മലയാള സിനിമയിൽ അമ്മമാരെ ഇല്ലാതാക്കുന്നത് മലയാള സിനിമ തന്നെയാണെന്ന് പറഞ്ഞല്ലോ. അപ്പം അതിൻ്റെ ഒരു ക്ലാരിറ്റി ഒരു ആരോടാണ് ചോദിക്കുന്നത്? മല്ലിക. ശരി, എന്നോട് അതിൻ്റെ എന്താ വേണ്ടത്? കാരണം എന്തുകൊണ്ടാണ് അങ്ങനെ പറയാനുള്ളൊരു കാരണം? മോനടക്കം ഉള്ളവർക്ക് കോളേജ് വരുമ്പോൾ അമ്മയെ ഓർമ്മയില്ല. അതുകൊണ്ട് തന്നെ കേട്ടോ, കോളേജിലൊക്കെ വരുമ്പോൾ വല്ലപ്പോഴും മൊബൈൽ എടുത്ത് വെച്ച് കുത്തി കളിക്കത്തില്ലേ? മറ്റേ വാട്സപ്പ്, കാർട്ടൂണ്, ഫേസ്ബുക്ക്, ചാറ്റ്. അപ്പം അമ്മ സുഖമാണോ, ഭക്ഷണമൊക്കെ കഴിച്ചോ അമ്മ, ഒറ്റ കോൾ മതി. അത് മാത്രം എൻ്റെ കുഞ്ഞുങ്ങൾ ചെയ്യും. ഞാൻ അതുകൊണ്ട് അമ്പലത്തിൽ പോയി നമസ്കരിക്കുന്നത് അതുകൊണ്ടാണ്. സത്യം. ലോകത്തിൻ്റെ ഏത് മൂലയ്ക്ക് പോലും രാത്രി 10 മണി കഴിയുമ്പോൾ അമ്മേ കഴിച്ചോ, മരുന്നൊക്കെ കഴിച്ചോ. എൻ്റെ കൂടെ 8-10 വർഷമായിട്ട് നിൽക്കുന്ന ഒരാൾ ഇപ്പോൾ എൻ്റെ കൂടെ വന്നിട്ടുണ്ട്. അദ്ദേഹത്തിനെ ഏർപ്പാട് ചെയ്ത് വെച്ചിരിക്കുക. ഈ അമ്മ മറവിക്കാരിയാണേ, ഒന്ന് ശ്രദ്ധിച്ചോടെ എന്ന്.
അപ്പോൾ അത് മതി മോനെ, അത്രയൊക്കെ ഒരു അമ്മ ആഗ്രഹിക്കുന്നുള്ളൂ. അല്ലാതെ അമ്മയെ കാശുണ്ടോ കയ്യിലെന്നൊന്നും നിങ്ങൾ ചോദിക്കണ്ട. അതുള്ളതുകൊണ്ടാണല്ലോ നിങ്ങളെ പഠിപ്പിക്കുന്നത്, അല്ലേ? എൻ്റെ മോൻ ഇനി വളർന്ന് വലുതാകുമ്പം അമ്മ സുഖമാണോ അമ്മ, ഭക്ഷണമൊക്കെ കഴിച്ചാൽ ഞാനും കിടക്കാൻ മതി, തീർന്നു. അല്ലാതെ അവിടെ വന്നു കഴിഞ്ഞ് നേരം വെളുത്ത് ഇൻകുലാബ് സിന്ദാബാദ് വിളിക്കാനും അങ്ങോട്ടും പോയി ഇങ്ങോട്ടും പോയി കൂട്ടുകാരുടെ ഒരു പടം കണ്ടു ഇങ്ങോട്ടിറക്കുമ്പം മറ്റേ സർവത്ത് കുലുക്കുന്ന സർവത്തോ ഏതാണ്ടൊരു സാധനം ഉണ്ടല്ലോ, അത് കുലുക്കി ഒരെണ്ണം വാങ്ങിച്ച് കുടിച്ചു. ഇതൊന്നും കഴിക്കാതെ വീട്ടിൽ ചെന്ന് അമ്മ തരുന്ന കഞ്ഞിയും ചമ്മന്തിയും കഴിച്ചാട്ടെ, ആരോഗ്യവും നന്നായിരിക്കും. അത്രയേ ഉള്ളൂ. അതാണ്. അപ്പോൾ അതിപ്പോൾ സിനിമയിലെ രചയിതാക്കൾ ആ ഭാഗം കാര്യമാത്ര പ്രസക്തമായിട്ട് അതുകൊണ്ട് ചിന്തിക്കുന്നില്ല. അമ്മ എന്ന് പറയുന്നതിലൂടെ മക്കളുടെ ഒരു സൽസ്വഭാവ രൂപീകരണം നടക്കും എന്നുള്ളതിനെക്കുറിച്ച് എഴുത്തുകാരും ശ്രദ്ധിക്കണം. അത് ശ്രദ്ധിച്ചില്ലെങ്കിൽ നിങ്ങൾ ഇവിടുത്തെ മാധ്യമ സുഹൃത്തുക്കൾ അത് ചൂണ്ടിക്കാണിക്കണം. എവിടെ പോയി നമ്മുടെ നല്ല കവിയൂർ പൊന്നമ്മ ചേച്ചി ചെയ്ത പോലത്തെ കഥാപാത്രങ്ങൾ കിരീടം പോലെയോ അല്ലെങ്കിൽ ഇതിനു മുമ്പ് സത്യഭാഷണവരെ കൂടെ ചേച്ചി അഭിനയിച്ചു അങ്ങനത്തെ കഥാപാത്രങ്ങൾ ഒരു അമ്മയെ കണ്ടിട്ടുണ്ടോ അടുത്ത കാലത്ത്? എവിടെ? വന്നാൽ ഇതുപോലെ അഭിനയിക്കാനൊക്കെ എല്ലാവർക്കും അറിയാം. പക്ഷേ 2-3 സീൻ കഴിയുമ്പോൾ അവർ അപ്രത്യക്ഷയാവും രംഗത്ത്. അതിനകത്ത് എഴുത്തുകാർക്ക് പങ്കുണ്ട്, ചലച്ചിത്ര വ്യവസായത്തിന് പങ്കുണ്ട്, പിന്നെ നിങ്ങളെപ്പോലുള്ള ചെറുപ്പക്കാർ കാണുന്ന പ്രേക്ഷകർക്കും പങ്കുണ്ട്. മാറ്റാം. ഞാൻ ജീവനോട് ഇരിക്കുന്നിടത്തോളം കാലം ഇങ്ങനെ പറഞ്ഞുകൊണ്ടൊക്കെ ഇരിക്കും. ചിലപ്പോൾ ഞാൻ പ്രൊഡക്ഷൻ തുടങ്ങി അങ്ങനത്തെ പടങ്ങൾ കൊണ്ടുവരും കേട്ടോ, താമസിയാതെ തുടങ്ങും. അല്ല, എൻ്റെ പേര് അമൽ. അമൽ, നമ്മൾ കൂടുതലും കാണുന്നത് ഈ കുറ്റാന്വേഷണ കഥകളൊക്കെ അല്ലേ മലയാള സിനിമയിൽ. എവിടെയാണ് അമ്മയ്ക്ക് പ്രസക്തിയുള്ളത്? ഒരുപാട് കുറ്റാന്വേഷണ കഥകളല്ലേ കൂടുതലും നിങ്ങൾ നോക്കുക, എല്ലാം ക്രൈം ത്രില്ലേഴ്സും അങ്ങനെ ഇങ്ങനെയുള്ള സിനിമകളല്ലേ വരുന്നത്. അവിടെയൊന്നും ഒരു ഫാമിലിക്ക് പുറത്തുള്ള കഥകൾ കാണാനാണ്. അതാണ് ഞാൻ പറഞ്ഞത്, അമ്മ പാശം അനിയത്തി പാശം എന്നൊക്കെ പറയുന്നത് ഒരു ക്രിഞ്ചാണെന്ന് പറഞ്ഞ് പഠിപ്പിച്ചിട്ട് അത് സിനിമ ഗോയിങ് വ്യൂവേഴ്സും മലയാളികളും വേറെയാണ്. മലയാളികളല്ല സിനിമ കാണാൻ പോകുന്ന ആദ്യത്തെ ഇനീഷ്യൽ പുള്ളുണ്ടാക്കുന്നത് നമ്മൾ ഈ ഇരിക്കുന്ന അല്ലെ ഈ അമ്മമാരെവിടെ എന്ന് ചോദിക്കുന്ന മലയാളികളല്ല സിനിമയെ ഹിറ്റാക്കുന്നത്. ആ ഫസ്റ്റ് ഇനിഷ്യൽ പുള്ളിന് വേണ്ടി പോകുന്ന ആൾക്കാരുടെ താല്പര്യം ഉള്ള സിനിമകളേ ഉണ്ടാവുകയുള്ളൂ. ഇനി അങ്ങനൊരു മാറ്റം വരികയാണെങ്കിൽ അമ്മമാരും സ്ത്രീകളും ഒക്കെ ഉള്ള സിനിമകളുണ്ടെന്ന് അറിഞ്ഞാൽ കുടുംബങ്ങൾ ഇറങ്ങി ആ സിനിമ കാണാൻ പോകണം. ഇപ്പോൾ സത്യനന്ദിക്കാടെന്നൊരു പേരുണ്ട്, ഒരു ബ്രാൻഡുണ്ട്, അത് കാണാൻ ഫാമിലീസ് ഫസ്റ്റ് ഡേ ഇറങ്ങും. പക്ഷെ പുതിയ ചെറുപ്പക്കാർ നല്ല സിനിമകൾ ഇറക്കിയാൽ പോലും ആ ഫാമിലി അവരെ കാണുന്നില്ല, അവരെ അംഗീകരിക്കുന്നില്ല. അവരുടെ ഈ സിനിമയൊക്കെ നന്നായി എന്ന് പറഞ്ഞു വരുമ്പോഴത്തേക്ക് അത് OTT-യിലെത്തും, OTT-യിലോ യൂട്യൂബിലോ എത്തും. യൂട്യൂബിൽ എത്തിക്കഴിയുമ്പോൾ ഇത് നല്ല സിനിമയായിരുന്നു, നമ്മൾ അറിഞ്ഞില്ലല്ലോ, ഇത് എപ്പോഴും ഇത് ഇറങ്ങിയത് എന്ന് ചോദിക്കുമ്പോൾ ആ സിനിമ ഉണ്ടാക്കുന്ന ആ സംവിധായകൻ്റെയും ആ എഴുത്തുകാരൻ്റെയും മനസ്സിലെ അങ്ങനെ ഒരു സിനിമ ഉണ്ടാക്കാനുള്ള ശക്തി അങ്ങ് ചോർന്നു പോകും. കാരണം ആ പ്രൊഡ്യൂസർ അത്രയും കുറ്റപ്പെടുത്തും, നിങ്ങൾ പറഞ്ഞ സിനിമ എന്തായി, എന്തിന് കൊള്ളാതെ, ആരോട് ആര് കണ്ടു, ഇനി ഇങ്ങനൊരു കഥയും കൊണ്ട് മേലാൽ വരരുത്. അങ്ങനെ 3 പടം ഓടാതാകുമ്പോൾ അങ്ങനെയുള്ള 15 സ്ക്രിപ്റ്റ് മാറ്റിവെക്കും. അപ്പോൾ അങ്ങനെ നിങ്ങളുടെ മനസ്സിൽ ആഗ്രഹമുണ്ടെങ്കിൽ കുടുംബ പശ്ചാത്തലത്തിലുള്ള സിനിമകൾ, ഇപ്പോൾ സിബി മലയിലെ സത്യനന്ദിക്കാട് പോലെ വലിയ ആൾക്കാരുടെ സിനിമകളല്ലാതെ ചെറുപ്പക്കാർ പറയുന്ന സിനിമകളാണെങ്കിലും, ഇപ്പോൾ അങ്ങനെ വിജയിച്ച ഒരു സിനിമയാണ് പൊന്മാൻ. അതിനകത്ത് സ്ട്രോങ് ആയിട്ടൊരു അമ്മയുണ്ട്. പൊന്മാൻ നിങ്ങൾ കണ്ടില്ലേ? ഗംഭീര പടമല്ലായിരുന്നോ? അതിനകത്ത് അമ്മയില്ലേ? അപ്പോൾ സിനിമകളിൽ അമ്മ ഇല്ല എന്ന് നമ്മൾ ഒരിക്കലും പറയരുത്. നിങ്ങൾ ആഗ്രഹിക്കുന്ന മുഖങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിൽ അമ്മ ഉണ്ടാവുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. അല്ല, അതുമാത്രമല്ല മോനെ, നന്ദനം കണ്ടിട്ടുണ്ടോ? പൃഥ്വിരാജിൻ്റെ ഫസ്റ്റ് പടം. അതിൽ അമ്മയും അമ്മുമ്മയും എന്തൊരു കഥാപാത്രം അതൊക്കെ അല്ലേ. എന്തിനാ ഒരുപാട് സീന്, കുറച്ച് പോരെ ആ അമ്മുമ്മയും അമ്മയും. എനിക്കതൊക്കെ ഞാൻ എപ്പോഴും ആ പടം കാണുമ്പോൾ പിന്നെയും വല്ലപ്പോഴും ഒക്കെ വീട്ടിലിട്ട് കാണുമ്പോൾ ഞാൻ വിചാരിക്കും, ഈശ്വര എന്തൊരു നല്ല അമ്മുമ്മ, ആ അമ്മുമ്മ മാത്രം മതിയല്ലോ ആ വീട്ടിൽ, എന്തിനാ ഒരുപാട് പേര് എന്നെനിക്ക് തോന്നാറുണ്ട്. പിന്നെ ഇപ്പോൾ പാർവതി പറഞ്ഞല്ലേ ഈ OTT-ക്ക് കൊടുക്കാൻ എന്ന് പറയും, OTT അറിയുന്ന പോലും ഇല്ല അതിൻ്റെ ആൾക്കാർ, അത് നമുക്കറിയാം. പിന്നെ എന്നും പറഞ്ഞ് ഒരാഴ്ച 6-7 പടം. സത്യം ഞാൻ ആരെയും കുറ്റപ്പെടുത്തി പറയല്ല. ഞാൻ തിരുവനന്തപുരത്തു നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ എന്തൊക്കെയോ പേരുകൾ, ഞാൻ ഇതെന്തുവാ നാടകമോ അല്ല അമ്മേ സിനിമയോ, അത് ഞാൻ സിനിമയോ ഒരു 10-12 പേരുകൾ കണ്ടു. ഇതെല്ലാം സിനിമ, ഇതെവിടാ കളിക്കുന്നതെന്ന് ചോദിച്ചാൽ എനിക്ക് പറഞ്ഞുകൂടാ. അപ്പം ഞാൻ എന്നിട്ട് എനിക്ക് തിയേറ്ററുകാരും ഒക്കെ ആയിട്ട് അദ്ദേഹം എൻ്റെ ഭർത്താവ് സുമാര സാർ KSFTC-യിലൊക്കെ ഇരുന്നുകൊണ്ട് എനിക്ക് പല ഇതെന്താ പടം എന്താ അത് പോൻ്റെ അമ്മ, അതൊരു ചെറിയ പടം, അത് ഒരു ഷോയേ ഉള്ളു രാവിലെ, ഇങ്ങനെയൊക്കെ കളിച്ചാൽ എങ്ങനെയാണ് കുഞ്ഞേ പ്രൊഡ്യൂസർക്ക് നഷ്ടമില്ലാതിരിക്കുന്നത്? ഒരു പടം ഇവിടെ ഒരു ഷോ, മറ്റേ പടം അപ്പുറത്ത് മാറ്റിനി, അതിൻ്റെ അടുത്ത പടം മറ്റേ സെക്കൻഡ് ഷോ, ഇങ്ങനെയൊക്കെയായി ഇപ്പോൾ സിനിമ കളിക്കുന്നത്. അതെന്തുകൊണ്ടാണ്? അതിനൊരു തീരുമാനം നിർമ്മാതാക്കളും സംവിധായകരും ഒക്കെ കൊണ്ടുവരണം. പണ്ടുണ്ടായിരുന്നു അത്, ഇവരെല്ലാവരും കൂടെ തന്നെ നല്ല തീരുമാനം എടുത്തിരുന്നു, ആഴ്ചയിൽ 2 പടം എന്നൊക്കെ. അതൊക്കെ അങ്ങ് പോയി. ആരോടെ എന്തുകൊണ്ട് പോയി എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ദാ വരുന്ന വിവാദ നായിക എന്ന് പറയും. അതുകൊണ്ട് ഞാൻ ചോദിക്കുന്നില്ല ഒന്നും.